അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം, ആ രൂപീകരണത്തിന് ഘടകമാക്കിയെടുത്ത ഭാഷ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് 1986 നവംബർ 1 കേരളം എന്ന രാഷ്ട്രീയ ഭൂപടം തയ്യാറാവുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഘടകം രൂപപ്പെട്ടു വന്നത്. അതിനു മുമ്പുള്ളതെല്ലാം സാംസ്കാരികമായും ഭാഷാപരമായുള്ള ഏകീകരണം മാത്രമാണ്. സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് വിശദമായൊരു പുസ്തകം എഴുതിയ ആൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ശ്രീ ജോയ് ബാലൻ വാത്താങ്കര. ഇതിൻ്റെ നല്ലൊരു പുസ്തകമുണ്ട്, നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം രഹസ്യമായിട്ടാണ് അദ്ദേഹം വച്ചേക്കുന്നത്. ഇനി രഹസ്യമായിട്ടല്ല വച്ചിരിക്കുന്നത്, പരസ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തുറന്നു നോക്കില്ല. പുസ്തക വായനശീലം എത്ര പേർക്കുണ്ട്? വായിച്ചിട്ടുണ്ട്? ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? ചുമ്മാ നമ്മൾ അധ്യാപകർ തരുന്ന ഒരു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് കുറിച്ചെടുക്കും, അവർ പറയുന്ന അത്യാവശ്യം ചില പുസ്തകങ്ങൾ വാങ്ങും, ആദ്യവും അവസാനമൊക്കെ ഒന്ന് മറിച്ച് നോക്കും, അവിടെ അങ്ങ് വയ്ക്കും. ഈ നമ്മൾ ഈ പ്രമാണം എടുക്കും, ജാതകം എടുക്കും പോലെയാണ്. കല്യാണ സമയത്ത് മാത്രമേ ജാതകത്തിൻ്റെ ഒരു പ്രസക്തിയുള്ളൂ. ഈ ചൊവ്വ മുതലിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിൽക്കണമെന്നൊക്കെ നോക്കാനായിട്ട്. ജാതകം വേണ്ടാത്തവർക്ക് പ്രമാണത്തിൻ്റെയാണ്. അപ്പോൾ ഭൂമി പണയം വയ്ക്കാൻ വേണ്ടി സമയത്ത് മാത്രമേ നമുക്ക് പ്രമാണത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെയാണ് ഈ പാഠപുസ്തകം എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ തെറ്റി. അത് വായിക്കണം. ജോയ് ബാലൻ്റെ പുസ്തകം ഇവിടെ ലൈബ്രറിയിൽ കാണും, ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരെണ്ണം തരാൻ പറയുന്ന സംഭാവന നൽകും. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന് ഒരു പുസ്തകം സംഭാവന ഞാൻ ശ്രീ ജോയിയോട് അഭ്യർത്ഥിക്കുകയാണ്. കൈവശമില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. അത് കൊടുക്കുക. ഓരോരുത്തർക്കും ഇവിടെ മലയാളംകാരും ഹിസ്റ്ററിക്കാരും ഉണ്ട്, അത് വായിക്കണം. കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, കേരളം എന്ന രാഷ്ട്രീയ ഘടകം രൂപപ്പെട്ടു വരുന്നതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്, ചില സമരങ്ങളുണ്ട്. ആ സമരം നമുക്കറിയാം. നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മലയാളം എന്ന ഭാഷ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ചു. അങ്ങ് പരശുരാമൻ്റെ കഥയറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെ പോകേണ്ട, തലപ്പാടി വരെയെങ്കിലും മതി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ സ്ഥലം തലപ്പാടിയാണ്. കന്യാകുമാരിയാണ് തെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കന്യാകുമാരി മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പാറശാല വരെ ഉള്ളൂ, കളിയിക്കാവുള്ള വരെ ഉള്ളൂ. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അത് ഒരൊറ്റ രാഷ്ട്രീയ ഘടകമല്ലെങ്കിൽ പോലും മലയാള ഭാഷ സംസാരിക്കുന്ന, മലയാള ഭാഷയിലുള്ള സാഹിത്യകൃതികൾ വിനിമയം ചെയ്യുന്ന ഒരു ജനതതി അന്നു മുതലേ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിലുണ്ടായിരുന്നു. അതാണ് ഭാഷാപരമായ ഒരു ഐക്യമാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയാൻ കാരണം. സാംസ്കാരികമായ ഒരു ഐക്യം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സംസ്കാരത്തിന് പല സൂചകങ്ങളുണ്ട്. ഒന്നിലേറെ, ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞ ഒരു 12, ഒരു ഡസനോളം ഘടകങ്ങൾ ചേരുന്നതാണ് സംസ്കാരം. അതിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിശ്വാസം, ദർശനം, ഭാഷ, സാഹിത്യം, കല, കായികം, സഞ്ചാരം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് സംസ്കാരം. ആഹാര രൂപത്തിൽ നമുക്ക് വൈവിധ്യമുണ്ടെന്നറിയാം. പഴങ്കഞ്ഞി കുടിക്കുന്നവരും ഉണ്ടായിരുന്നു, കുടിക്കാത്തവരും ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്, തലേ ദിവസം തയ്യാറാക്കിയ ഭക്ഷണം സൂക്ഷിച്ചു വെച്ച് പിറ്റേന്ന് കഴിക്കുന്ന ശീലം ദക്ഷിണേന്ത്യക്കാർക്കുണ്ടെന്ന്. നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയും. അതിപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ ആർക്കും അറിയില്ല, കാരണം വീട്ടിൽ കഞ്ഞിവെപ്പില്ലാത്തതുകൊണ്ട് തന്നെ പഴങ്കഞ്ഞി കുടിക്കുന്ന ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം ആഹാരം ഇപ്പോൾ പാക്കറ്റ് വീട്ടിൽ കൊണ്ടുതരും. ചൂടുവെള്ളം പോലും വീട്ടിലുണ്ടാകുന്നില്ല, കുപ്പിവെള്ളം കുടിച്ച് നമ്മൾ ശീലിച്ചു. അപ്പോൾ ആഹാരം മാറിയില്ലേ? ആഹാര രീതി മാറിയെങ്കിൽ നമ്മുടെ സംസ്കാരം മാറിയില്ലേ? വസ്ത്രം മാറിയില്ലേ? വസ്ത്രധാരണ രീതി മാറിയില്ലേ? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ അധ്യാപികമാർ മുണ്ടും നേരിയതുമാണ് ഇട്ടുകൊണ്ട് വന്നത്. ഒറ്റ മുണ്ടുടുത്ത് നേരിയത് ധരിച്ചാണ് വന്നിരുന്നത്. ഇപ്പോഴത്തെ അധ്യാപകരോ സാരി മാറി ചുരിദാറിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഡ്രസ് കോഡ് ഇല്ല ഇപ്പോൾ. അപ്പോൾ മാറിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സംസ്കാരം മാറി എന്നുള്ളതാണ്. പാർപ്പിടമാണെങ്കിലോ വീടുകളാണെങ്കിലോ ഈ തരത്തിലുള്ള കെട്ടിടങ്ങളൊന്നും വയ്ക്കാറില്ല. നമ്മുടെ ഓഫീസിരിക്കുന്ന കെട്ടിടം പഴയ സ്റ്റൈലിലുള്ളതാണ്. ഇപ്പോൾ അതങ്ങനത്തെ ആരും കെട്ടിടങ്ങൾ പണിയുന്നില്ല. അപ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ വീടിൻ്റെ കാര്യത്തിൽ മാറി, ആരോഗ്യ സങ്കല്പങ്ങളിൽ മാറ്റം വന്നു. അപ്പോൾ സംസ്കാരം മാറിക്കൊണ്ടേയിരിക്കും. സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കലകളോ, അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കേരളത്തിൻ്റെ അഭിമാന ഭാജന കലയായ കഥകളി ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നത്? അത് ഒരു അഭിജാത വർഗത്തിന് മാത്രമേ സാധിക്കൂ. കാരണം കഥകളിയിൽ കടുകട്ടിയായ സാഹിത്യവും അതിൻ്റെ മുദ്രകളുമാണ്. ആ സാഹിത്യം മനസ്സിലാകണമെങ്കിൽ ഭാഷ അറിയണം, ഭാഷയിലെ പ്രയോഗ രീതി അറിയണം. ഓരോ വാക്കിനും വ്യത്യസ്തമായ എന്തർത്ഥങ്ങളാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവന് മാത്രമേ ആ ആട്ടക്കഥ എന്ന സാഹിത്യത്തെ മനസ്സിലാക്കാൻ പറ്റൂ. ആ ആട്ടക്കഥ ഇയാൾ പാടുന്നതനുസരിച്ച്, ചങ്ങലകുട്ടി പാടുന്നതനുസരിച്ച് ഒരു നർത്തകൻ, ഒരു നട്ടുവൻ വേദിയിൽ നിന്ന് അഭിനയിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന നവരസങ്ങളും കൈമുദ്രകളും മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചകങ്ങൾ. ഈ മുദ്ര മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലോ
പൊട്ടൻ്റെ മുമ്പിൽ മറ്റേ കരിക്ക് കുടിച്ചിട്ട് പറഞ്ഞു ശംഖ് വിളിച്ചോലിരിക്കുന്നു. ഞങ്ങൾ നാട്ടിൻപുറത്തൊരു ഭാഷയുണ്ട്, ഈ ചെവി കേട്ടവരുടെ മുമ്പിലെ കരിക്ക് കുടിക്കുന്നു. ചെവി കേട്ടുകൂടാത്തവൻ്റെ മുമ്പിൽ അത് ശംഖ് വിളിക്കുന്നു. ശംഖിൻ്റെ ശബ്ദം അവന് കേട്ടുകൂടെ. അത് വെളുവിളായിരിക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് എന്താണ്, ഇത് കരിക്കായിരിക്കും എന്നാണ്. അപ്പോൾ പൊട്ടൻ്റെ മുമ്പിൽ ശംഖ് വിളിച്ചെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ മുദ്ര മനസ്സിലാവില്ല. നമുക്കാകെ 2-3 മുദ്രകളെ മനസ്സിലാവുള്ളൂ. ഒന്ന് സാറുമാരെല്ലാം പറയുന്നതാണ് താക്കീത്, മറ്റൊന്നോ ചോദ്യം ചെയ്യലാണ്, ദ്യോതകമാണ്, മറ്റേത് താക്കീതാണ്. പിന്നെയുള്ള ചില മുദ്രകൾ വെളിയിൽ പറയാനും കൊള്ളൂല്ല, അത്തരത്തിലുള്ളതാണ്. പക്ഷേ ഈ കഥകളി മുദ്രകളോ, അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ മുന്നറിവ്, പ്രീ നോളജ് വേണം. ആ മുന്നറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാരുടെ കലയായിരുന്നില്ല കഥകളി. അത് നമ്പൂരിമാരുടെ അല്ലെങ്കിൽ ജന്മിമാരുടെ ഇല്ലങ്ങളിലും ചില ക്ഷേത്രങ്ങളിലും മാത്രമേ അരങ്ങേറിയിരുന്നുള്ളൂ. രാമനാട്ടം, കൃഷ്ണനാട്ടം മുതലാൻ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ക്ഷേത്രപ്രവേശനത്തിന് അർഹതയില്ലായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുകാർക്കും അത് ആസ്വദിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഒരു ജനകീയമായ കല പിന്നീട് വരുന്നത് നമ്പ്യാരുടെ ഓട്ടം തുള്ളലാണ്. അതാരെയും കളിയാക്കാം. സാഹിത്യത്തിലൂടെ ഒരു ഹാസ്യ വിമർശനം രംഗത്ത് കൊണ്ടുവരുന്നത് നമ്പ്യാരാണ്. ആരെയും കളിയാക്കാം. ബ്രാഹ്മണനെ കളിയാക്കി, അഷ്ടഗന്ധം പോലെയാക്കി, പട്ടരുണ്ണുന്നത് കണ്ടാൽ ഗോഷ്ഠിയല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്റെ ആഹാരപ്രിയ ഗ്ലട്ടണസ് ബ്രാഹ്മൺ, അവനെ കളിയാക്കി. നായന്മാരാണെങ്കിൽ ശുംഭന്മാർ കുരുക്ഷേത്ര യുദ്ധത്തിന് പോയിരുന്നു. കേരളത്തിന് വേറെ ഒന്നും ഒരു പണിയില്ല. അതുകൊണ്ട് ഈ മെർസിനറീസായിട്ട് കൂലിപ്പട്ടാളായിട്ട് പോയതാണ്. അവിടെ പോയി യുദ്ധം ചെയ്തു, തോറ്റു, പടയിൽ തോറ്റോടി. നായന്മാരും ഓടുന്നേരം ആയുധമെല്ലാം വഴിയിൽ പോയി, കായം കിട്ടുകിൽ അത് ലാഭം. പിന്നെ അവൻ്റെ സ്വഭാവം എന്താ, കയ്യിരിപ്പ് മഹാമോശമാണ്. കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്ന് പടച്ചു, അമ്മിയെടുത്ത് കിണറ്റിലെറിഞ്ഞു, എന്നിട്ട് അരിശം തീരാനിട്ട് തെരുതര എവിടെയും മണ്ടി നടന്നു. അപ്പോൾ ഓരോ ജാതിയെയും പറഞ്ഞ് കളിയാക്കുന്നു. അത് ജനം ആസ്വദിച്ചു. ഏത് പാമരനും നിരക്ഷരനും മനസ്സിലാക്കാൻ തരത്തിൽ സാഹിത്യത്തെ ഒരു കലാരൂപമാക്കി അവതരിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഒരു ജനകീയ കല തുടങ്ങിയത് എന്ന് ഞാൻ പറയും. അപ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവരുടേതായ കലയുണ്ടായിരുന്നു. ആദിവാസികൾക്കും ഗോത്രവർഗ്ഗക്കാരും അവരുടെ കലയുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ പൊതുധാരയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ സാഹിത്യത്തെക്കാൾ ഉപരിയല്ല കലാരൂപം കേരളത്തെ ഏകീകരിക്കുന്നില്ല എന്നുള്ള സിദ്ധാന്തം പറയാനാണ് ഞാനത് ഉപയോഗിച്ചത്. ഈ ഭാഷാപരമായ ഐക്യത്തെ ഒരു രാഷ്ട്രീയ ഐക്യമാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുത്തത് 1921 KPCC രൂപീകൃതമായതോടുകൂടിയാണ്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി, ഇന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, പ്രൊവിൻഷ്യൽ. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് ചേർന്നാണ് ഈ KPCC രൂപീകരിക്കുന്നത്. അതോടുകൂടി കേരളത്തിന് ഒറ്റ രാഷ്ട്രീയ സംഘടനയുണ്ടായി. അത് രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലം എന്താ, അതിൻ്റെ കാരണം എന്താ? കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടേണ്ടത് എന്നുമുള്ള മഹാത്മാഗാന്ധിയുടെ തികച്ചും വ്യക്തമായ, യുക്തിസഹവും വ്യക്തവുമായ ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കോൺഗ്രസ് കമ്മിറ്റികളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു. കോൺഗ്രസിനെ ജനകീയ കോൺഗ്രസ് ആക്കി. നിരക്ഷരായ ആൾക്കാർ പോലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശം ഉൾക്കൊണ്ടു. അങ്ങനെയാണ് ജനങ്ങളുടെ നേതാവായിട്ട് ഗാന്ധിജി ഉയർന്നു വരുന്നത്. 1921 വരെ ഗാന്ധിജി അങ്ങനത്തെ നേതാവൊന്നും ആയിരുന്നില്ല. ഇന്ത്യക്കാർക്ക് പലർക്കും അറിഞ്ഞും കൂടായിരുന്നു. 21 നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുകയും ജനങ്ങളെ അതിലേക്ക് സഹകരിപ്പിക്കുകയും ഭാഷ അറിയാത്തവനും അല്ലെങ്കിൽ അച്ചടി ഭാഷ അറിയാത്തവനും നിരക്ഷരനുമൊക്കെ അതിനകത്ത് വരാം, അവൻ്റെ ആവശ്യങ്ങൾ പറയാം, അവൻ്റെ ഭാഷയിൽ പറയാം. ഭരണാധികാരികളെ ചെവി കുനിപ്പിച്ച് കേൾപ്പിക്കാൻ, തല കുനിച്ച് ചെവി കൂർപ്പിച്ച് കേൾപ്പിക്കാൻ തക്കവണ്ണം ജനങ്ങളെ സന്നദ്ധരാക്കി, സമരോത്സുകരാക്കി, സമരവീര്യമുള്ളവരാക്കിയത് മഹാത്മാഗാന്ധിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ KPCC, കേരളം എന്ന ആദ്യത്തെ ഒരു രാഷ്ട്രീയ ഘടകം വരുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ മുഴുവൻ രാഷ്ട്രീയ സമരങ്ങളായിരുന്നു. നോക്കൂ, നമ്മൾ കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും കാര്യം പറയാറുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനം അവരവരുടെ തട്ടകത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എല്ലാ സംഘടനകളും ജാതി സംഘടനകളായിരുന്നു. ജാതിക്ക് അതീതമായി പേരുള്ള 2-3 സംഘടനയേ ഉള്ളൂ. പക്ഷേ അതും ക്ഷയിച്ചു പോയി. ഒന്ന് തെക്കൻ പ്രദേശങ്ങളിൽ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച സമത്വ സമാജം, പക്ഷേ അത് തകർന്നുപോയി. അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം, അതും ഇല്ലാതായിപ്പോയി. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന ഈഴവരുടേത് മാത്രമാവരുത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടേതും ആകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അത് സമ്മതിച്ചില്ല. അവർക്കത് മനസ്സിലായില്ല. 13 കൊല്ലത്തിന് ശേഷം ഗുരു തന്നെ പറഞ്ഞു, എനിക്ക് ജാതിയും മതമൊന്നുമില്ല എന്ന്. എന്നിട്ടും ജനത്തിന് മനസ്സിലാവിച്ചില്ല. എന്നുവെച്ചാൽ ജനത്തിനല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നാട് വിട്ടു. പിന്നെ പിടിച്ചുകൊണ്ടുവന്നു. അപ്പോഴാണ് ഈ വിഗ്രഹമില്ലാത്ത അമ്പലത്തിലേക്ക് വിശ്വാസികൾ, ഭക്തന്മാർ വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിടിച്ചുകൊണ്ടുവന്നു. സ്ഥാപകത്രയം എന്ന് പറയുന്ന 3 പേരിൽ രണ്ടാമത്തെ ആള് പൽപ്പു രാജിവെച്ചു.
2018 തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനെ തോൽപ്പിച്ചു. ആ തോൽവി സഹിക്ക വയ്യാതെ ഹൃദയവേദനയോടുകൂടി, ഇപ്പം പ്രേംകുമാർ പറഞ്ഞതുപോലെ ഹൃദയവേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞതാണ്, എഴുതിയ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. പകൽ സമയത്ത് കാക്കകളെപ്പോലെ വന്ന് കൊത്തിപ്പറിക്കുകയും രാത്രികാലങ്ങളിൽ നെരിച്ചീറിനെ പോലെ വന്ന് കടിച്ചു പറിക്കുകയും ചെയ്യുന്ന ഈ ക്ഷുദ്ര ജീവികളുടെ നടുക്ക് പാവം ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ മരത്തിലിരുന്ന് മാന്തളിൽ ഉണ്ടുകൊണ്ട് കവി ഇങ്ങനെ കുയിൽ പാടുകയാണ്, തൻ്റെ ദുഃഖം പറയുകയാണ് എന്ന് കുമാരനാശാൻ ആ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ സംഘടന ഈഴവരുടേത് മാത്രമായി പോയി. ബാക്കി സംഘടനകളൊക്കെ തന്നെ ജാതി പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജാതി സംഘടനകളായിട്ട് തന്നെയാണ് തുടങ്ങിയത്. കാരണം എന്താ, ഓരോ ജാതിക്കകത്തും ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അവയെ അനാചാരങ്ങളെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ സാമുദായിക പരിഷ്കർത്താക്കൾ രംഗത്ത് വന്നത്. അവർ ഓരോ ജാതിക്കാരും അങ്ങനെ സംഘടിപ്പിക്കുകയും തങ്ങളുടെ ജാതിക്കകത്തുണ്ടായിരുന്ന ആചാരങ്ങളെ അനാചാരങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അവയെ പരിഷ്കരിക്കണമെന്ന് ബോധമുദിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരു പൊതുവിടമില്ല, പബ്ലിക് സ്ഫിയർ ഇല്ല. നായർ നായരായിട്ടും ഈഴവനായിട്ടും പുലയനായിട്ട് നിന്നു കഴിഞ്ഞാൽ പോരാ, ഇവർക്ക് ഒരുമിച്ച് വരാനൊരു ഇടമുണ്ടാവണം. ആ ഇടത്തെക്കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിലാണ് ആ ഇടത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ്, അഥവാ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലായിരുന്നു KPCC. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 921 ശേഷം കേരളത്തിൽ നടക്കുന്ന പ്രസിദ്ധങ്ങളായ സമരങ്ങൾ മുഴുവൻ KPCC നയിച്ചതാണ്. 924-25 വൈക്കം സത്യാഗ്രഹം നയിച്ചതാരാ? കോൺഗ്രസ്സുകാരനായ TK മാധവൻ തിരുനെല്ലിയിൽ പോയി മഹാത്മാഗാന്ധിയെ കാണുകയും 923 കാക്കനഡയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും അങ്ങനെ KP കേശവമേനോനും TK മാധവനും സർദാർ KM പണിക്കരും കൂടി കാക്കനഡയിൽ പോയി പ്രമേയം അവതരിപ്പിക്കുകയും സംസാരിക്കുകയും അങ്ങനെ അയിത്തോച്ചാടനം എന്നുള്ളൊരു വിഷയം കേരളത്തിൽ നിന്ന്, തിരുവിതാംകൂറിൽ നിന്ന് ഉൽപ്പത്തിയെടുത്ത് അഖിലേന്ത്യാ പ്രശ്നമായി മാറുകയും കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അയിത്തോച്ചാടനത്തിനുള്ള സമരങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ കേരളീയനായ TK മാധവൻ്റെയോ ഒക്കെ ശ്രമഫലമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം എന്ന് 24-25 വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹം നയിച്ചത് KPCC ആയിരുന്നു. അയിത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ കോൺഗ്രസ്സുകാരനായ കേളപ്പനായിരുന്നു. പ്രചരണ സമിതിയുടെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KP കേശവമേനോനായിരുന്നു. അവരാണ് സമരം നയിച്ചത്. ആ സമരമാണ് ഭാഗികമായിട്ടെങ്കിലും ഒരു വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. 925 നവംബർ 3 ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 27-ാം തീയതി വൈക്കം ബോട്ട് ജെട്ടിയിൽ ഒരു വിശദീകരണ യോഗം ചേർന്നു. ആ വിശദീകരണ യോഗത്തിന് അധ്യക്ഷനായത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം സത്യാഗ്രഹവേളയിൽ 2 സമയം അദ്ദേഹം കേരളത്തിൽ വന്നിട്ട്, തിരുവിതാംകൂറിൽ വന്നിട്ടുണ്ട്. 2 സമയം അറസ്റ്റ് ചെയ്ത് അകത്താക്കി. അദ്ദേഹം പറഞ്ഞത്, പൂജപ്പര ആദ്യം വന്നപ്പോൾ പൂജപ്പര ജയിലിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു വെടി പൊട്ടണ ശബ്ദം കേട്ടു. എന്താണെന്ന് മനസ്സിലായില്ല. ഞെട്ടി ഉണർന്നു. വെളുത്തം അവസാനം ജയിലർമാർ പറഞ്ഞു, അത് ശ്രീമൂലം തിരുനാൾ മഹാരാജ മരിച്ച വിവരം അറിയിച്ചതാണെന്ന്. അതാണ് എൻ്റെ ഒരു പ്രാധാന്യം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്. ഈ EV രാമസ്വാമി നായ്ക്കരായിരുന്നു അതിൽ അധ്യക്ഷ പ്രസംഗം. ഒരു ആനുഷ്ഠികമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ 925 ഒരുപാട് പ്രാധാന്യമുണ്ട്. ചരിത്ര കോൺഗ്രസ് ചേരുന്ന വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. ഏത്? കേരള ചരിത്ര കോൺഗ്രസ്. അതല്ല, 3 സംഭവങ്ങളുടെ 100-ാം വാർഷികമാണ്, അഥവാ 3 പ്രസ്ഥാനങ്ങളുടെ 100-ാം വാർഷികമാണ്. ഒന്നാമത്തേത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഇന്ത്യൻ സമ്മേളനം ചേരുന്നത് 925 ഡിസംബറിൽ കാൺപൂരിലായിരുന്നു. ആദ്യമായിട്ട് നിങ്ങളൊക്കെ അർത്ഥമറിയാതെ വിളിച്ചു പോകുന്നൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, എന്താ? ഇൻകുലാബ് സിന്ദാബാദ്. എന്താ വാക്കിൻ്റെ അർത്ഥം? ഞാൻ പഴയ ഒരു അധ്യാപകനായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ദുശ്ശീലമുണ്ട്, ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ലോങ് ലീവ് റവല്യൂഷൻ, വിപ്ലവം വിജയിക്കട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ഉറുദുവിലൊരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ആദ്യം വിളിച്ചതാരാ? സർദാർ ഹസ്രത്ത് മൊഹാനി. 1921 അഹമ്മദാബാദിൽ ചേരുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചപ്പോൾ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച മറ്റൊരു മലയാളി ഉണ്ടായിരുന്നു. ആരാ മലയാളി? നമ്മൾ മറന്നുപോയ ഒരു മലയാളി. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മലയാളി. ഇനി മറ്റൊരു മലയാളി വരുമെന്ന് എനിക്ക് വിശ്വാസവും പ്രതീക്ഷയുമില്ല. ആരായിരുന്നു അദ്ദേഹം? ചേറ്റൂർ ശങ്കരൻ നായർ, സർ C ശങ്കരൻ നായർ. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് സഹകരിക്കണം, നിയമസഭകളിൽ പോകണം, അവിടെ പോരാടണം, എന്നിട്ട് സർക്കാരിനെ ഭരണഘടനാപരമായി കോൺസ്റ്റിറ്റ്യൂഷണലായി പരാജയപ്പെടുത്തി അധികാരം കൈമാറി വാങ്ങണം. അതായിരുന്നു ചേറ്റൂരിൻ്റെ പരിപാടി. അവരെ പറഞ്ഞ സഹകരണവാദികൾ, മറ്റേദ്ദേഹം ഗാന്ധിജിയും കൂട്ടരും നിസ്സഹകരണവാദികൾ. അപ്പോൾ 3ാമതൊരു പ്രമേയം വന്നു. ഒരാൾ അവതരിപ്പിച്ചു, മറ്റൊരാൾ പിന്താങ്ങി. ആ അവതരണം
പ്രമേയത്തിൽ പറഞ്ഞ ഇതാണ്. ഇതിപ്പോൾ സഹകരണത്തിൻ്റെയോ നിസ്സഹകരണത്തിൻ്റെയോ പ്രസ്ഥാനമല്ല, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടണം. അതായിരുന്നു ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. അത് അവതരിപ്പിച്ചത് സർദാർ ഹസ്രത്ത് മൊഹാനി. അദ്ദേഹം ഉറുദു പണ്ഡിതനാണ്, ഉറുദു മാസിക നടത്തിയിരുന്നതാണ്, കവിയാണ്, പിന്നെ ലേഖനകർത്താവാണ്. അദ്ദേഹം നല്ല ഒന്നാം തരം ഉശ്രൻ കവിതകൾ എഴുതുകയും സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് 908 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പത്രത്തെ നിരോധിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെയാണ് ബാലഗംഗാധരൻ ജയിലിലായതും. രണ്ടുപേരും ഒരേ സമയത്താണ്, ഒരേ മനോഭാവത്തോടു കൂടി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രവർത്തിച്ചയാളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികമാണ് 925. RSS രൂപീകരിച്ചതിൻ്റെ 100ാം വാർഷികമാണ് 925. അബ്രാഹ്മണ പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ആരംഭിച്ചതിൻ്റെയും കുടി അരശ് എന്ന് പറയുന്ന മാസിക വാരിക ആരംഭിച്ചതിൻ്റെയും വാർഷികവും 925. ഞാൻ EVയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ EV രാമസ്വാമി നായ്ക്കരായിരുന്നു അധ്യക്ഷൻ. അതിൽ ഉദ്ഘാടനം അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷകനായിട്ട് പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് തോന്നും ഈ വൈക്കം സത്യാഗ്രഹം നടത്തിയൊക്കെ വെറുതെ ഭോഷ്കായി പോയി എന്ന് തോന്നും. എന്താ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ സാധാരണ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? വൈക്കം സത്യാഗ്രഹം നടത്തിയത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. എന്നാൽ മന്നം പറയുന്നത് അങ്ങനെയല്ല. വൈക്കം പ്രസംഗത്തിൻ്റെ ഒരു സ്വതന്ത്ര കൊട്ടേഷൻ അല്ലെങ്കിൽ ഉദ്ധരണിയാണ് ഞാൻ ഈ പറയുന്നത്. വൈക്കം സത്യാഗ്രഹം നമ്മൾ നടത്തിയത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടല്ല, അത് അയിത്തത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. അയിത്തം ഒരു ദുർഭൂതമായി നമ്മുടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അവിടെ നിന്നും അവനെ ആട്ടി ഓടിച്ചു നമ്മൾ. പക്ഷേ അവൻ ചത്തിട്ടില്ല, അവൻ മതിലുകൾക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാം. എടുത്തുചാട്ടം പാടില്ല. വൈക്കം സത്യാഗ്രഹത്തെ പോലെ സമാധാനപൂർണമായിട്ടുമേ മതിലുകൾക്കകത്തേക്ക് കടന്നു ചെല്ലാൻ പാടുള്ളൂ. ഏതാണ് ഈ മതിലുകൾ? അയിത്തം ഒളിച്ചിരിക്കുന്ന മതിലുകൾ ഏതാണ്? അത് ക്ഷേത്രത്തിൻ്റെ മതിലുകളാണ്. ക്ഷേത്രത്തിൻ്റെ മതിലിനകത്ത് കയറി ഈ അയിത്തം എന്ന ദുർഭൂതം ഒളിച്ചിരുന്നു. അവൻ്റെ റോഡിൽ കൂടെ നടക്കാൻ പോലും നമ്മൾ അടിച്ചോടിക്കും, പച്ച മടൽ വെട്ടി അടിച്ചോടിക്കും. ഇപ്പോഴും ഓടിക്കും, പണ്ടും ഓടിച്ചിരുന്നു. അതാണ് മന്നത്തിൻ്റെ പ്രത്യേകത. ആ അകത്തൊളിച്ചിരിക്കുന്ന ദുർഭൂതത്തെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ 931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. അകത്തിരിക്കുന്ന ചെകുത്താനെ പുറത്ത് ചാടിക്കണം. സാധാരണ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ജാതി വ്യത്യാസമില്ലാതെ അകത്ത് പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം പരാജയപ്പെട്ടു പോയി. പക്ഷെ സംഭവിച്ചത് എന്താണ്? സമരം നടന്നത് ഒരു ഭാഗത്താണെങ്കിലും തിരുവിതാംകൂറിൽ 936 ക്ഷേത്രപ്രവേശനം കിട്ടി. ഹിന്ദു സമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗർക്കും എല്ലാ സർക്കാർ ക്ഷേത്രങ്ങളിലും കയറി ആരാധിക്കാനുള്ള അവകാശം കൊടുത്തു. പക്ഷേ ഏതുവരെ പ്രവേശനം ഉണ്ടായുള്ളൂ? ക്ഷേത്ര മതിലിനകത്ത് കയറി ശ്രീകോവിലിൻ്റെ പുറത്ത് നിന്ന് തൊഴുതിട്ട് പോരാം, പൂജാരിയുടെ പ്രശ്നം കണ്ടിട്ട്. മറ്റൊരവകാശവും കിട്ടിയിട്ടില്ല. നവോത്ഥാനത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഏക സ്ഥലം ശ്രീകോവിലുകളാണ്. അവിടെ നമുക്കിപ്പോഴും പ്രവേശനമില്ല. അവിടെ മാത്രമേ ഉള്ളൂ കുലത്തൊഴിൽ. ഇരുമ്പായുധം പണിയുന്നത് ഇപ്പോൾ കൊല്ലനല്ല, ടാറ്റ എന്ന പെരുങ്കൊല്ലനാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും വ്യവസായശാലകളിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ടൂൾസും നമ്മുടെ നാട്ടിലെ കൈവേലക്കാരും കൈത്തൊഴിലുകാരും ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ ഉണ്ടാക്കുന്ന യന്ത്രത്തിലാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം മാറ്റം വന്നിട്ടില്ല, ഇപ്പോഴും കുലത്തൊഴിൽ നിൽക്കുന്നു. അത് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളാണ്. നവോത്ഥാനത്തിന് പ്രവേശനമില്ലാത്ത വാരിക്കൂട്ടിയ സാധനങ്ങളായിട്ട് നിൽക്കുന്നു. ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല, അവിടെ തുടരുന്നു. അങ്ങനെ പണ്ടുണ്ടായിരുന്നുകൊണ്ടാണ് VT ഭട്ടതിരിപ്പാട് പറഞ്ഞ് അവനെ കത്തിച്ച് കളയണം, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ തീ കൊളുത്തുക എന്നൊന്നും പറയുന്നില്ല, അതവിടെ നിന്നോട്ടെ. പക്ഷേ മന്നത്ത് പത്മനാഭൻ മറ്റൊരവസരത്തിൽ പ്രസംഗിച്ച ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 932 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ച ശേഷം, പരാജയപ്പെട്ട് അവസാനിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം വന്നത്. മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നില്ല. സ്ത്രീകൾക്ക് പ്രവേശന വിലക്കില്ല, പക്ഷെ പ്രവേശിക്കില്ല. പ്രവേശിക്കാത്തതിന് കാരണം എന്താ? പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തിരുമാന്താംകുന്ന് ക്ഷേത്രം, കോട്ടയ്ക്കലെ 1-2 ക്ഷേത്രങ്ങളൊക്കെ സ്ത്രീകൾ പ്രവേശിക്കില്ല. കാരണം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒറ്റ മുണ്ടെടുത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ. അവിടുത്തെ ആചാരം അതാണ്. ആചാരം ഇപ്പം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ പാലിക്കുന്നുണ്ട്. അവർ നല്ലവരാകട്ടെ, ഈ പുരുഷന്മാർ നല്ലവരാണ്. കാരണം എന്താണോ ആചാരം പറയുന്നത് അത് തന്നെ. തുണി ഉടുക്കാതെ കയറും. സ്ത്രീകളാണെങ്കിലോ തുണി ഉടുക്കാൻ വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷികളെ സംഭാവന ചെയ്താൽ സ്ത്രീകളാണ്. കേരളത്തിൽ 50%-ലേറെ ആൾക്കാർ സ്ത്രീകളാണ്. തെക്കൻ തിരുവിതാംകൂറിൽ 200 കൊല്ലം മുമ്പ് 929 ശകുന്തളാദേവി എന്ന് പറയുന്ന യശക്കിയമ്മാൾ എന്ന് മറ്റൊരു പേരുള്ള ഈ റൗക്ക ധരിച്ചുകൊണ്ട് നടന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ കാളവണ്ടിയുടെ പുറകെ കെട്ടിയിട്ട് വലിച്ചഴിച്ച് കൊന്നുകളഞ്ഞു. അത് വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയാണ്. വീണ്ടും 50 കൊല്ലം കഴിഞ്ഞാണ് വസ്ത്രധാരണ അവകാശം തിരുവിതാംകൂറിലെ മലയാളി സ്ത്രീകൾക്ക് കിട്ടുന്നത്. എല്ലാ സ്ത്രീകൾക്കും കിട്ടി. അവർക്ക് ക്ഷേത്രത്തിൽ കയറുമ്പോൾ മുണ്ടും 2ാം മുണ്ടും ധരിച്ചു പോകാനുള്ള അവകാശം കൊടുത്തു.
ക്ഷേത്രാചാരങ്ങൾ മാറി നിന്നു. സ്വദേശാമാനി രാമകൃഷ്ണപിള്ള പോലുള്ള പത്രപ്രവർത്തകർ അതിശക്തമായ ഭാഷയിൽ എഴുതിയത് കൂടി കൊണ്ടാണ് അത്തരത്തിൽ ആ കാര്യം സംഭവിച്ചത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് മുണ്ടും രണ്ടാം മുണ്ടും ധരിച്ച് കയറാം, പക്ഷേ പുരുഷന്മാർക്ക് പാടില്ല. ഇപ്പോഴും പാടില്ല. നാണം കെട്ട ഭക്തന്മാർ ഇപ്പോഴും ഒറ്റമുണ്ടുടുത്ത് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോരുന്നു. എന്ത് പ്രയോജനത്തിന് മനസ്സിലാവില്ല. അവനവനെ സ്വയം സംസ്കരിക്കാൻ കഴിയാത്തവർ പിന്നെ എന്തിനവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യം? പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിനകത്ത് പോകണമെന്ന് ആരാ പറഞ്ഞത്? നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണോ പ്രാർത്ഥിക്കാം, എവിടെ ഇരുന്ന് വേണോ നമ്മുടെ വിശ്വാസം, നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് പറയാം. ഭഗവാൻ കേൾക്കും. അങ്ങനെ കേൾക്കുമെന്ന് വിശ്വാസമുള്ളവർ എന്തിന് അമ്പലത്തിലകത്ത് പോയി അവിടെ പോയി മേൽശാന്തിക്ക് നടവരവും കൊടുത്ത് അവനോട് പാളി കൊണ്ടുപോകാൻ? പാളിപ്പോയ പ്രശ്നങ്ങൾ എന്തിനുണ്ടാക്കണം? നമ്മൾ സ്വന്തങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ ആനുഷികമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മന്ദസ്വാമിനാൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. സ്ത്രീജനങ്ങളോട് അഭ്യർത്ഥനയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു വിശ്വാസിയായ സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ദേവൻ സാക്ഷ്യം പിടിച്ചാൽ, എൻ്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ആ ക്ഷേത്രത്തെ, ആ ദേവനെ ബഹിഷ്കരിക്കുക. ദേവനെ ബഹിഷ്കരിക്കാൻ 932 മന്നത്ത് പത്മനാഭൻ പറഞ്ഞ തൻ്റെ ഇടത്തോടുകൂടി പറയാൻ ഇന്ന് ഏതെങ്കിലും നായന്മാർ കേരളത്തിലുണ്ടോ? ഏതെങ്കിലും നവോത്ഥാന സാംസ്കാരിക നായകരെന്ന് കേരളത്തിലുണ്ടോ? നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ആ ധൈര്യമില്ല. നിങ്ങൾക്ക് പലതും ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട്, പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ആരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള തൻ്റെ ഇടം ആർജിക്കലാണ് സാംസ്കാരിക ബോധം എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മൾ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞവരെല്ലാം തന്നെ നിലവിലിരുന്ന പലതിനെയും, പല ആചാരങ്ങളെയും അനാചാരങ്ങളെന്ന് കണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും മാറ്റണമെന്ന് വിചാരിക്കുകയും ചെയ്തവരാണ്. നിലവിലിരിക്കുന്ന ആചാരങ്ങൾ സാമൂഹ്യ നീതിക്കും സാമൂഹ്യ പുരോഗതിക്കും നിരക്കാത്തതാണെങ്കിൽ അതിനെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സാംസ്കാരിക പ്രവർത്തകർ. അവരെ നമുക്ക് സാംസ്കാരിക വിപ്ലവകാരികൾ എന്ന് വിളിക്കാം. അത്തരത്തിൽ തൻ്റെ ഇടമുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് ഈ വന്യവയോധികനായ കേരളത്തെക്കാൾ പ്രായം കൂടിയ ഞാൻ ഇന്ന് ഈ വർത്താനം പറയുന്നത്. എനിക്ക് കേരളത്തെക്കാൾ പ്രായമുണ്ട്. 56-56 കേരളം വന്നത്. അപ്പോൾ ആ തൻ്റെ ഇടം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ തൻ്റെ ഇടം ഉണ്ടാകട്ടെ. ONV-യുടെ ഒരു കവിതയിൽ പറയുന്നത്, 5 വയസ്സുള്ള കുട്ടി എന്നൊരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാജാവ് നിർവസ്ത്രനാണെന്ന് രാജഭക്തന്മാർ പറയുവാൻ ഉച്ചത്തിൽ നാളെ നിനക്കുണ്ണി ഉണ്ടാകട്ടെ ശക്തിയും സ്ഥൈര്യവും. ധൈര്യമല്ല, സ്ഥൈര്യം, സ്ഥിരതയുണ്ടാവണം. ഒരിക്കൽ പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ, ശരിയാണെങ്കിൽ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് തൻ്റെ ഇടം ഉണ്ടാവണം. രാജാവ് നിർവസ്ത്രനാണെന്ന് രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ നാളെ പറയുവാൻ ഉണ്ണികളെ നിങ്ങൾക്കുണ്ടാകട്ടെ ശക്തിയും സ്ഥൈര്യവും എന്നീ വൃദ്ധൻ ആലോചിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ അങ്ങനെ പ്രസംഗിച്ചു. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് കുറേ മാറ്റമൊക്കെ വന്നു. ഇപ്പോൾ മുണ്ടും രണ്ടാം മുണ്ടും ധരിച്ച് സ്ത്രീകൾക്ക് പോകാൻ പറ്റും, ഏത് വേഷം ധരിച്ചും പോകാൻ പറ്റുന്ന തരത്തിൽ കേരളം മാറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 921 ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ മുഴുവൻ രാഷ്ട്രീയ സമരങ്ങളായിരുന്നു. അത് വഴി നടക്കാനുള്ളതും ഐത്തോച്ചാരണത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നാലും, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നാലും, പാട്ടക്കുടിയാന്മാരുടെ അവകാശങ്ങൾ ജന്മിമാരിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള സമരമായിരുന്നാലും, തൊഴിലാളിക്ക് ന്യായമായ കൂലി കിട്ടണമെന്ന് ആവശ്യപ്പെടാനായിരുന്നാലും, ജോലി നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഐക്യ നാണയ സംഘം ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സഹകരണ സംഘമാക്കി മാറ്റിയ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സ്ഥാപക നേതാവായ വാഗ്ഭടാനന്ദനായിരുന്നാലും ഒക്കെ പ്രവർത്തിച്ചത് രാഷ്ട്രീയമായിട്ടാണ്. സംഘടനകൾ ഉണ്ടാക്കാൻ, ആ സംഘടനയിലൂടെ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക എന്ന്. ആ സംഘടനയുടെ ഭാഗമായിട്ട് തന്നെയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായത്. സാഹിത്യത്തിലുള്ള ജീർണതയെ പ്രോത്സാഹിപ്പിക്കുന്ന പഴയ എഴുത്തുകാരെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമുണ്ടായി, ഗ്രന്ഥശാല പ്രസ്ഥാനമുണ്ടായി, അല്ലെങ്കിൽ പിന്നെ സാക്ഷരതാ പ്രസ്ഥാനമുണ്ടായി. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് വന്നപ്പോഴാണ് കേരളം എന്ന രാഷ്ട്രീയ ഭൂപടം പ്രത്യക്ഷപ്പെട്ടു വന്നത്. പക്ഷേ അതിന് അതിശക്തമായി എതിർത്തയാൾ നമ്മുടെ നാട്ടുകാരാണ്, തിരുവിതാംകൂറുകാരായിരുന്നു. അതിൻ്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരായിരുന്നു. CPയുടെ വിചാരം, CP കണക്കുകൾ അവതരിപ്പിച്ചാണ്. കാരണം അയാൾ മഹാപണ്ഡിതനാണ്, അഭിഭാഷകനാണ്, നിയമജ്ഞനാണ്, ഭരണധുരന്ധരനൊക്കെ ഉണ്ട്. നല്ല ഭരണകർത്താവായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സവർണബോധം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ അന്നത്തെ ജനസംഖ്യ വെച്ചിട്ട് പറഞ്ഞു, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ്, 2-ാം സ്ഥാനത്ത് ഈഴവർ, അവർ ഹിന്ദുക്കളല്ല, 3-ാം സ്ഥാനത്ത് നായന്മാർ, അവർ എന്തുവാണോ ചെയ്തോട്ടെ, ബ്രാഹ്മണർ എണ്ണത്തിൽ കുറവുമാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു ജനാധിപത്യ ഭരണം വന്നാൽ, ഉത്തരവാദിത്വ ഭരണം വന്നാൽ തിരുവിതാംകൂർ ഭരിക്കുന്നത് ആരായിരിക്കും? ഹിന്ദു രാഷ്ട്രമായ ഹിന്ദു രാജാവ് ഭരിക്കുന്ന തിരുവിതാംകൂർ ക്രിസ്ത്യാനിയെ കൊണ്ട് ഭരിപ്പിക്കണമോ?
ആ ക്രിസ്ത്യാനി ഭരിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും, സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന തത്വം ഉറപ്പിക്കാൻ വേണ്ടി ഐക്യ കേരളത്തെ അദ്ദേഹം എതിർത്തത്. കേരളത്തിൽ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയാണ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. സ്റ്റേറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ട എന്താ, രാജാവ് അവിടെ ഇരിക്കട്ടെ, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ രാജ്യം ഭരിക്കട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ക്രിസ്ത്യാനിയുടെ കയ്യിലേക്ക് ഭരണം പോവും. CP അല്ലെങ്കിൽ പ്രചരിപ്പിച്ച അതാണ്. എന്നു മാത്രമല്ല, തിരുവിതാംകൂർ ഹിന്ദു രാഷ്ട്രമായ തിരുവിതാംകൂറിനെ സ്റ്റേറ്റ് കോൺഗ്രസ് ക്രൈസ്തവ രാഷ്ട്രമാക്കി ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം അദ്ദേഹം ഹിന്ദു മഹാസഭയ്ക്ക് കത്തെഴുതി അറിയിച്ചു. 1938 നാഗ്പൂരിൽ ചേർന്ന ഹിന്ദു മഹാസഭയുടെ യോഗത്തിൽ തിരുവിതാംകൂറിലെ സമരത്തെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളിലെ സമരത്തെ പൊതുവിലും എടുത്തുകൊണ്ട് അവിടെ ഒരു പ്രമേയം പാസാക്കി. നാട്ടുരാജ്യങ്ങളിലെ ഉത്തരവാദ പ്രക്ഷോഭ സമരങ്ങളെ ഹിന്ദു മഹാസഭ എതിർക്കുന്നു, പരാജയപ്പെടുത്തുന്നു. ഹിന്ദു രാഷ്ട്രങ്ങളെ ഹിന്ദു രാഷ്ട്രങ്ങളായി തന്നെ തുടരാൻ അനുവദിക്കുക. ബ്രിട്ടീഷുകാർ ആദ്യം മുതലേ പറഞ്ഞു പോരുന്നൊരു കാര്യമുണ്ട്, 2 ഇന്ത്യയുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയും മറ്റത് നേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന ഇന്ത്യ. ആ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന ഇന്ത്യ 565 നാട്ടുരാജ്യങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷവും ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്നവയാണ്. ബഹുഭൂരിപക്ഷവും ഒരു വില്ലേജിന്റെ പോലും അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ പോലും വിസ്തൃതിയില്ലാത്ത ചോട്ട രാജ്യങ്ങളായിരുന്നു. അവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ബ്രിട്ടീഷ് ഇന്ത്യ തന്നെ 2 ഇന്ത്യയുണ്ട്, ഒരു മുസ്ലിം ഇന്ത്യയും ഉണ്ട്, ഹിന്ദു ഇന്ത്യയും ഉണ്ട്. ഈ മുസ്ലിം ഇന്ത്യയും ഉണ്ട്, ഹിന്ദു ഇന്ത്യ ഉണ്ടെന്നുള്ള വാദമാണ് 47 ഇന്ത്യ വിഭജനത്തിലേക്ക് വഴിതെളിച്ചത്. നേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഹിന്ദു രാജാക്കന്മാരായതിനാൽ ബ്രിട്ടീഷുകാർ ഇട്ടുപോകുന്ന ഒരു ഇന്ത്യ ഉണ്ടാകുന്ന കാലത്ത് അത് കോൺഗ്രസ്സുകാർ ഭരിച്ചോട്ടെ, പക്ഷേ നാട്ടുരാജ്യങ്ങൾ ആര് ഭരിക്കണം, രാജാക്കന്മാർ തന്നെ തുടർന്ന് ഭരിക്കണമെന്നുള്ള സിദ്ധാന്തം ഹിന്ദു മഹാസഭ എടുക്കുകയും സർ CPയുടെ ക്ഷണം സ്വീകരിച്ച തിരുവനന്തപുരത്ത് വന്നു. 1939 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്തും മറ്റ് പ്രദേശങ്ങളും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഹിന്ദു മഹാമണ്ഡലം എന്നൊരു മഹാസഖ്യം ഉണ്ടാക്കി. അതൊന്ന്. 2, തിരുവിതാംകൂർ ജനായത്ത രാജ്യമായി ഉത്തരവാദ ഭരണത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ടതിനാൽ ചില രാജഭക്തന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാജഭക്ത സംഘവും ഉണ്ടാക്കി. സ്റ്റേറ്റ് കോൺഗ്രസിനെതിരായിട്ട് തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കി മന്നത്ത് പത്മനാഭന്റെ തലപ്പത്ത് കൊണ്ട് തിരുത്തി. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്തു. മന്നത്ത് പത്മനാഭന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് 1939 NSSന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി സാവർക്കർ വരികയും ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഹിന്ദു രാഷ്ട്രമായിട്ട് തിരുവിതാംകൂർ തുടരണം, അപ്പുറത്ത് കൊച്ചി തുടരണം, മൈസൂർ തുടരണം. അങ്ങനെ ഹിന്ദു രാഷ്ട്രങ്ങളുടെ സഖ്യമുണ്ടാക്കാൻ വേണ്ടി 1922 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഓൾ ഇന്ത്യ പ്രിൻസസ് ചേംബറിന്റെ നേതൃത്വത്തിലേക്ക് നമ്മുടെ ഹിന്ദുത്വവാദികൾ ഇറങ്ങി വരികയും അവരതിനെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഐക്യ കേരള പ്രസ്ഥാനത്തെ സർ CP എങ്ങനെയാണ് വിഘടനവാദത്തിലൂടെ ഉപേക്ഷിക്കാൻ തീരുമാനം. അദ്ദേഹം ഉപയോഗിച്ചത് വർഗീയതയാണ്. ജനങ്ങളെ അംഗസംഖ്യയുടെ കണക്കെടുത്തിട്ട് തമ്മിലടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഈ സമയത്താണ് മലബാറിൽ ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങുന്നു. അഖില മലബാർ ഗ്രന്ഥാലയ സംഘം എന്ന പേരിൽ K. ദാമോദരൻ സംഘടന രജിസ്റ്റർ ചെയ്തു. അത് അഖില കേരള അല്ലെങ്കിൽ അഖില മലബാർ ആയിരുന്നാൽ പോലെ അഖില കേരളമാകണമെന്നുള്ള മോഹത്തോടു കൂടിയാണ് 1943 അദ്ദേഹം അഖില കേരള ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു. നിയമപ്രകാരം തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്നു. ഇന്നത്തെ രൂപത്തിലല്ല, പഴയ രൂപത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് എഴുത്തുകാരും അവരുടെ പ്രവർത്തകരും കൂടി ചേർന്ന് ഒരു മലയാള സംഘം ഉണ്ടാക്കുന്നു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. തൊട്ടു പിന്നാലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തെ ഏകീകരിക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ കർഷക പ്രസ്ഥാനം വന്ന് കേരളത്തിലെ കർഷകരെ സംഘടിപ്പിക്കുന്നു, തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ തൊഴിലാളികൾ, കർഷകർ, ജനങ്ങളുടെ ഭൂരിപക്ഷം അവരായി. എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അവരെല്ലാം കൂടി ചേർന്ന് ഐക്യ കേരള പ്രസ്ഥാനം ഉണ്ടാക്കി വന്നതിനെ തടസ്സപ്പെടുത്താനും തകർക്കുന്നതിനും വേണ്ടിയാണ് 1945 സർ CP മറ്റൊരു നിയമം കൊണ്ടുവന്നു, തിരുവിതാംകൂർ ലൈബ്രറി കൗൺസിൽ ആക്ട്. അതനുസരിച്ച് കേരളം എന്നുള്ള സങ്കല്പത്തെ ഇത് നിരാകരിക്കുന്നു. ഗ്രന്ഥശാല പ്രവർത്തകരും സാഹിത്യകാരന്മാരും അങ്ങോട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട, നിങ്ങൾ തിരുവിതാംകൂറിന്റെ ഭാഗമായി ചിന്തിച്ചാൽ മതിയെന്നും തിരുവിതാംകൂറിനെ 3 സോണുകളായി, മേഖലകളായി തിരിക്കുകയും ഓരോ മേഖലയ്ക്കും ഓരോ കൺവീനറെ ചുമതലപ്പെടുത്തുകയും ആ കൺവീനർക്ക് പ്രതിമാസം 50 രൂപ അലവൻസും 15 രൂപ യാത്രപ്പടിയും നൽകിക്കൊണ്ട് സർക്കാർ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി കൊണ്ടുവന്നു. അന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രൈമറി അധ്യാപകന് 7 രൂപയായിരുന്നു ശമ്പളം. 7 രൂപ ശമ്പളം പറ്റിയിരുന്ന ഒരു അധ്യാപകനാണ് 50 രൂപ പ്രതിമാസ
പ്രതിഫലം പറ്റിക്കൊണ്ടും 15 രൂപ യാത്രപ്പടി പറ്റിക്കൊണ്ടും തിരുവിതാംകൂറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്നത് എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കൊണ്ടു നടന്ന ലൈബ്രറി ഗ്രന്ഥശാല പ്രവർത്തകർക്ക് അതിൻ്റെ രഹസ്യം അറിയില്ലായിരുന്നെങ്കിലും സർ സി പിക്ക് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ടായിരുന്നു: കേരളം എന്ന സങ്കല്പത്തെ എതിർക്കുക. 2, വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു. ജോയി ബാലിന്റെ പുസ്തകത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് ഭൂരിപക്ഷം വരുന്ന പ്രദേശത്തെ ജനങ്ങളെ തിരുവിതാംകൂർ തമിഴ് നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ, തിരുവിതാംകൂർ തമിഴ് കോൺഗ്രസ് എന്ന പേരിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് ബദലായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കുമ്പോഴാണ്, അതുകൊണ്ട് നിങ്ങൾ ഐക്യ കേരളത്തെ പിന്തുണയ്ക്കരുത് എന്ന് അവരോടും പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫലമെന്താ? തമ്മിലടിയായിരുന്നു. വർഗീയ കലാപങ്ങളുണ്ട്. തെക്കൻ പ്രദേശങ്ങളിൽ നായന്മാരും നാടാന്മാരും തമ്മിലും മറ്റു പ്രദേശങ്ങളിൽ നായന്മാരും ഈഴവരും തമ്മിലുള്ള അടിയോടടി അങ്ങനെ കുഴപ്പമുണ്ടാക്കി വർഗീയതയെ ഇളക്കി വിട്ടു. പക്ഷേ ഇതിൻ്റെ ഒടുവിലത്തെയാണ് 46-ലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുകയും അതിനുശേഷം ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിന് സന്നദ്ധമാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തപ്പോൾ ഒരു ഫെഡറേഷൻ രൂപീകരിക്കുമെന്നും ആ ഫെഡറേഷനിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ചേരണമെന്നൊക്കെ നിർദ്ദേശം വന്നു. 35-ലെ ആക്ടിൽ അത് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അത് പ്രായോഗിക രൂപത്തിലേക്ക് വന്നത് 46-ലാണ്. ആ 46-ല് ഇന്ത്യ വിഭജിക്കപ്പെട്ട് ഇന്ത്യക്ക് അധികാരം കൈമാറി പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയ നാട്ടുരാജ്യങ്ങളുടെ കരാറുകളെല്ലാം റദ്ദാകും. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം 1805 മുമ്പോ ഏതെങ്കിലും ഒരു വർഷത്തിന് മുമ്പ് കരാർ ഒപ്പിടുന്നതിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് സ്റ്റാറ്റസ് കോ ആൻറ്റെ എന്ന് വെച്ചാൽ തൽസ്ഥിതി, സ്റ്റാറ്റസ് കോ ആൻറ്റെ എന്ന് പറയുന്നത് തൽസ്ഥിതിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളായി തീരും. അങ്ങനെ 565 സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ എന്ന ഒരു രാജ്യവും കൂടി ചേർന്ന് 566 രാജ്യങ്ങളുള്ള ഒരു ഉപഭൂഖണ്ഡമായിട്ട് ഹിമാലയത്തിന് തെക്ക് കന്യാകുമാരിക്ക് വടക്കുള്ള ഭൂപ്രദേശം മാറുന്ന ഒരവസ്ഥയുണ്ടാവും. അത് കണ്ടിട്ടാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം അദ്ദേഹം മുന്നോട്ട് വച്ചതും അമേരിക്കൻ മോഡൽ ഭരണഘടന എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ രാജ്യം ഭരിച്ചോട്ടെ, പക്ഷേ ദിവാനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇറിമൂവബിൾ എക്സിക്യൂട്ടീവ്, അമേരിക്കൻ പ്രസിഡന്റ് മാറ്റാൻ പറ്റില്ല. അതിന് വലിയ കംപ്രഷൻ ആ പ്രോസസ്സിലൂടെ മാത്രമേ മാറ്റാൻ പറ്റൂ. അതിന് സമാനമായൊരു പ്രവർത്തനം ഇവിടെ നടന്നു, അയാൾ കൊണ്ടുവന്നു. അതിനെതിരെയാണ് പുന്നപ്രവയലാറിലൊക്കെ സമരം നടന്നതും വെടിവെപ്പുണ്ടായും ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടതുമൊക്കെ അതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ CPയുടെ മോഹം നിലനിന്നില്ല. CP പരാജയപ്പെട്ടു. അതിലെൻ്റെ അസാഹചര്യമാണ്. തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ലയിപ്പിക്കാനായിട്ട് കേന്ദ്ര നേതാക്കളോടെ വന്നു, സംസാരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും സജീവ പ്രശ്നമായതുകൊണ്ട് ഞാനത് ഉന്നയിക്കുകയാണ്. 47-ൽ തിരുവിതാംകൂറും കൊച്ചിയും ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഉടമസ്ഥതയിലും കൊച്ചിയുടെ ഉടമസ്ഥതയിലും കുറേ ക്ഷേത്രങ്ങളുണ്ട്. അത് 1812-ൽ ദിവാൻ മൺട്രോയുടെ കാലത്ത് ഏറ്റെടുത്ത ക്ഷേത്രങ്ങളാണ്. 817-ൽ കൊച്ചി സംസ്ഥാനത്ത് ദിവാനായിരുന്നു അദ്ദേഹം. 117 ക്ഷേത്രം, തിരുവിതാംകൂറിൽ 378 ക്ഷേത്രങ്ങളും കൊച്ചിയിൽ 117 ക്ഷേത്രങ്ങളും ഏറ്റെടുത്തു. അവയുടെ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ദേവസ്വം വകുപ്പ് രൂപീകരിച്ചു. ഹജ്ജൂരിൽ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കുക. ഹിന്ദു രാഷ്ട്രമാണ് തിരുവിതാംകൂർ എന്നുള്ളത് കൊണ്ട് കാശ് അങ്ങോട്ട് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ 47 അധികാര കൈമാറ്റം വരികയും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭ നിലവിൽ വന്ന് ഭരണം ജനങ്ങളുടെ പ്രതിനിധികളുടെ കയ്യിലേക്ക് മാറുകയും ചെയ്യും എന്ന് വരുമ്പോൾ അതിൽ ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ മന്ത്രിമാരായ ആ ഭരണകൂടം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കാവോ പാടില്ലായോ എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നു. തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു എങ്കിൽ ഹിന്ദു രാഷ്ട്രമായിട്ട് തുടരുമായിരുന്നു. ഹിന്ദു രാഷ്ട്രമായ തിരുവിതാംകൂറിന് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് തടസ്സമുണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ജനാധിപത്യ ഭരണമാണ്. എല്ലാ ജനങ്ങളും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടാവും. ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരുണ്ടും ആസ്തികന്മാരും നാസ്തികന്മാരും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിന് ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ പണം കൊടുക്കുന്നത് ശരിയാവില്ല എന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് കേന്ദ്ര നേതാക്കളും അന്നത്തെ അഖിലേന്ത്യാ നേതാക്കളും തിരുവിതാംകൂർ സർക്കാരും കൂടി ആലോചിച്ചിട്ട് ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. തിരുവിതാംകൂറിലൊരു ദേവസ്വം ബോർഡും കൊച്ചിയിലൊരു ദേവസ്വം ബോർഡും. തിരുവിതാംകൂറിൻ്റെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ബോർഡിൻ്റെ കീഴിലേക്ക് വിടുകയും 3 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ തിരുവിതാംകൂർ രാജാവിൻ്റെ നേരിട്ട് ഉടമസ്ഥതയിലുണ്ടായിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ കുലദൈവമാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കളുടെ ഒരാൾ യുദ്ധം ചെയ്ത് മടുത്തപ്പോൾ വാൾ അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, അടിയനിതാ അടിയറ വച്ചിരിക്കുന്നു. അങ്ങനെ പത്മനാഭദാസനായി. രാജകുടുംബങ്ങളെല്ലാം തന്നെ പിന്നെ പത്മനാഭൻ്റെ പേരിലാണ് ഭരിക്കുന്നത്, സ്വന്തം പേരിലല്ല.
അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥയിൽ നിർത്തണമെന്നൊരു അഭ്യർത്ഥന രാജാവ് വയ്ക്കുകയും അത് ഭാഗികമായി അന്നത്തെ കേന്ദ്ര നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ പ്രശ്നം മാറി. 47 ഇന്ത്യ സ്വതന്ത്രമാവുകയും നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയിൽ ലയിക്കാമെന്ന്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അന്നേ വരെ തിരുവിതാംകൂറിന് ബാധകമല്ലാതിരുന്ന ചില അഖിലേന്ത്യാ നിയമങ്ങൾ ഇവിടെ ബാധകമാക്കേണ്ടതായി വന്നു. ഇന്ത്യൻ പീനൽ കോഡ്, സിവിൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, അങ്ങനെ പലതും തിരുവിതാംകൂറിനും കൂടെ ബാധകമായി. അന്നേ വരെ തിരുവിതാംകൂറിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ലാപ്സായി, എക്ലിപ്സ്ഡായി, അസ്തമിച്ചുപോയി. മറ്റേ നിയമം നിലവിൽ വന്നു. ആ മറ്റേ നിയമപ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എല്ലാ ദേവീദേവന്മാരും മൈനറാണ്, പ്രായപൂർത്തിയായിട്ടില്ല, ഒരിക്കലും പ്രായപൂർത്തിയിലെത്തില്ല. ഓൾ ആർ മൈനേഴ്സ്. മൈനറാണ് എന്നുണ്ടെങ്കിൽ അതിന് നിയമം വേറെയാണ്. വാർഡ് ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാ ദേവന്മാർക്കും രക്ഷകർത്താവിന് വേണം. അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു രക്ഷകർത്താവുണ്ട്. തിരുവനന്തപുരത്ത് ജില്ലാ സെഷൻസ് ജഡ്ജാണ് രക്ഷകർത്താവ്. ഇപ്പോഴും അതെ, 47 അതെ, അങ്ങനെ രൂപീകരിച്ചു. അതാണ് 49 തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡ് നിലവിൽ വരികയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചെലവിലേക്കായിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം അങ്ങോട്ട് കൊടുക്കുകയും മറ്റൊരു ക്ഷേത്രത്തിനും സർക്കാർ പണം കൊടുക്കേണ്ട എന്നും തീരുമാനിച്ചു. കൊച്ചിയിൽ ഇതുപോലെ തന്നെയാണ്. പൂർണ്ണത്രയേശ ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ കുലദൈവമായതിനാൽ അതിൻ്റെ സംരക്ഷണം ഒരു സമിതിയെ ഏൽപ്പിക്കുകയും രാജകുടുംബാംഗത്തെ അതിൽ അംഗമാക്കുകയും ചെയ്തു. സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുകയും ചെയ്തു. മറ്റ് ക്ഷേത്രങ്ങൾക്കൊന്നും സർക്കാർ കാശ് അങ്ങോട്ട് കൊടുക്കില്ല. ഭാഗ്യവശാൽ തിരുവിതാംകൂറിൽ നമ്മുടെ അയ്യപ്പൻ ഉള്ളതുകൊണ്ട് മറ്റ് ദേവന്മാർ പട്ടിണി കിടക്കാതെ ഇപ്പോഴും കഴിഞ്ഞു പോകുന്നു. അയ്യപ്പ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് മാത്രമാണ്. അത് പണം ചിലവാക്കാൻ നിവൃത്തിയില്ല. കോടതി ഇടപെടും. കോടതിയുടെ ഇടപെടലാണ്. പക്ഷേ എത്രയോ പതിറ്റാണ്ടുകളായി കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് അയ്യപ്പൻ. കാരണം അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോവോ എന്നുള്ള കാര്യം കോടതിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവിടെ കിട്ടുന്ന നടവരുവിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്ഥിര നിക്ഷേപമാക്കി ഇട്ടിട്ട് അതിൻ്റെ വരുമാനം എടുത്തിട്ടാണ് അയ്യപ്പൻ്റെ ചെലവും ഏതാണ്ട് 2200ഓളം വരുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും ചെലവ് വഹിക്കുന്നത്. അങ്ങനെ പണം കണ്ടമാനം വന്നതുകൊണ്ടാണ് അയ്യപ്പനൊരു പാളി വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അയ്യപ്പനെന്തിന് പാളി? നിങ്ങൾ ബഷീറിൻ്റെ പൊൻകുരിശു തോമയുടെ കഥ കേട്ടിട്ടുണ്ടോ? ആനവാരിയും പൊൻകുരിശും. ആ പൊൻകുരിശു തോമയിലൊരു കഥയുണ്ട്. പള്ളിയിലിരുന്ന ഒരു കുരിശ് ഇയാൾ പൊൻകുരിശു തോമ മോട്ടിച്ചോണ്ട് പോയി. എല്ലാ ഞായറാഴ്ചയും പള്ളി വരുന്നയാളാണ്, പ്രാർത്ഥിക്കും, അച്ഛൻ്റെ മുമ്പിൽ കുമ്പസരിക്കുന്നയാളാണ്. പക്ഷെ അമ്മ അടിച്ചുകൊണ്ട് പോയി. പോലീസ് പിടിച്ചു. കോടതി സ്റ്റേഷനിലെത്തി. അപ്പോൾ തൊണ്ടി മുതൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ വരണം. അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ വന്നു. അച്ഛൻ കണ്ടു, ഇത് പൊൻകുരിശ് തന്നെ, എൻ്റെ പള്ളിയിലെ തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ലോക്കപ്പിനകത്ത് നിക്കറ് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് തോമ. അപ്പോൾ തോമയുടെ അടുത്ത് ചെന്ന് സങ്കടം സഹിക്കാൻ വയ്യാതെ നിരാശനായി. എല്ലാ ഞായറാഴ്ചയും വരുന്ന നല്ല സത്യക്രിസ്ത്യാനിയാണ്. എല്ലാ ഞായറാഴ്ചയും വന്നിങ്ങനെ കുമ്പസരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ എന്തിന് തോമ പള്ളിയിലെ ഈ കുരിശെടുത്തു? അപ്പോൾ പൊൻകുരു തോമയുടെ ഒരു ന്യായമുണ്ട്. കർത്താവായ യേശു മരക്കുരിശ് കിടന്നല്ലേ അച്ചു പടഞ്ഞു മരിച്ചത്, പിന്നെ അങ്ങേർക്കെന്തിന് പൊൻകുരിശ്? അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുവന്നു. ഇത് തന്നെയല്ലേ ശബരിമല മേൽശാന്തിയും മറ്റാൾക്കാരും പറഞ്ഞേ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്തിന് സ്വർണം? ഏതെങ്കിലും പെണ്ണ് സ്വർണ്ണം ഉണ്ടോട്ടൊന്ന് കണ്ട് മോഹിച്ചു പോകുന്നയാളാണോ ഈ അയ്യപ്പൻ? അല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ലക്ഷപ്രഭുക്കളാണ്. സ്വർണ്ണമാല കഴുത്തിലിട്ടിട്ടുള്ള നിങ്ങളെല്ലാം ലക്ഷപ്രഭുക്കളാണ്. ഒരു പവൻ്റെ വില എത്രയായപ്പോൾ നിങ്ങൾക്കറിഞ്ഞു? അച്ഛനമ്മമാർക്ക് അറിയാവോ? എന്ത് ചെയ്യാൻ കഷ്ടകാലം. പുരുഷന്മാർ പരമദരിദ്രരായിപ്പോയി. കൈവശം ഒന്നുമില്ല. ഉള്ളതെല്ലാം പെണ്ടാട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു. അവൾ ലക്ഷപ്രഭുവായി. അവനിപ്പോൾ ഇരുന്നോണ്ട് മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അയ്യപ്പനത്തിന് സ്വർണം. അതുകൊണ്ട് ആ പാളി ഞാനിങ്ങ് കൊണ്ടുവന്നു. സംഗതി പാളിപ്പോയി. അതാണ് ഈ മലയാള ഭാഷയുടെ ഒരു ഗുണം. നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് അല്പം ഒരു സ്വരം മാറ്റി പറഞ്ഞാൽ നല്ല മനോഹരമായി കിട്ടും. എനിക്കൊരബദ്ധം പറ്റി, ഞാൻ മുമ്പൊക്കെ പറഞ്ഞു തോന്നുന്നു. ഞാൻ ഈ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് കിടക്കും. ഒരു മയക്കം എന്നൊക്കെ പറയാം, ഉറക്കമല്ല, ഒരു മയക്കം പോലെ. ആ സമയത്ത് ഞാൻ കള്ളം പറയും. അപ്പോൾ ആരോ എന്നെ ഫോണിൽ വിളിച്ചു. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഈ വിശ്വസനീയമായ കള്ളം പറയാൻ പറ്റുന്ന ഉപകരണമാണല്ലോ ഈ മൊബൈൽ ഫോൺ. വിശ്വസനീയമായ കള്ളം പറയാൻ പറ്റുന്നത്. അവർ വിളിച്ചു, സാർ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു യോഗത്തിലാണ്. അവർ മുറ്റത്ത് നിന്നുകൊണ്ടാണ് എന്നെ വിളിച്ചേ. സാറിൻ്റെ ശബ്ദം അകത്ത് കേൾക്കാം. കള്ളം പിടിച്ചു. എന്നിട്ട് അവരിൽ നല്ല ഒരു ബോധമുള്ള, നർമ്മബോധമുള്ള ഒരാൾ പറഞ്ഞു, സാറിൻ്റെ ഒരു യോഗം. അപ്പോൾ യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം മാറില്ല. അല്പം സ്വരം മാറ്റിയപ്പോൾ റസൂൽ പൂക്കുട്ടി ചെയ്തപോലെയാണ്. സ്വരം മാറ്റിയപ്പോൾ അർത്ഥം മാറി. അതാണ് സംഗതി. സ്വരം മാറ്റിയാൽ അങ്ങനെ പലതും ആവും.
പാളി അടിച്ചോണ്ട് പോയി, സംഗതി പാളിപ്പോയി. അതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് വന്നത് അങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും ചേർത്തുകൊണ്ട് തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം വന്നു. ഇവയെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ഡിമാൻഡ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വന്നു. പോറ്റി ശ്രീരാമലു എന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ ആൾ അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിച്ചു. 53 ദിവസത്തെ നിരാഹാരം അദ്ദേഹം അന്തരിച്ചു, രക്തസാക്ഷിയായി. കേന്ദ്ര സർക്കാർ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നുള്ള തീരുമാനമെടുത്തു, ആദ്യം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനാ സമിതി വരുന്നത്. അത് 56 പ്രമേയം കൊടുത്തു, പാർലമെൻറ്റ് പാസ്സാക്കി. നവംബർ 1 നിലവിൽ വരും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 14 ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടെ സംസ്ഥാനം നിലവിൽ വന്നതിൻ്റെ 70ാം വാർഷികമാണ്. 69 വർഷം കഴിഞ്ഞതിൻ്റെ കാര്യമാണ് കേരളം at 70 നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ 56 സംസ്ഥാനം രൂപീകൃതമായി. 57 പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ കേരളീയൻ്റെ ദോഷം വന്നത് അവിടെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ ദുർഭരണമെന്ന് നമ്മൾ പറയുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അതിലൊരു കഥാപാത്രമുണ്ട്, പത്രപ്രവർത്തകൻ കുറുപ്പ്, പത്രക്കാരൻ കുറുപ്പ്. കുറുപ്പിന് കമ്മ്യൂണിസ്റ്റുകാരുടെ കടുത്ത വിദ്വേഷമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ആ വിരോധം മാറിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആരാ ഈ കമ്മ്യൂണിസ്റ്റ്? കർമ്മണ്യേ ദുഷ്ട കമ്മ്യൂണിസ്റ്റ്. കർമ്മത്തിൽ ദുഷ്ടത കാണിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ കർമ്മത്തിൽ ദുഷ്ടത കാണിക്കുന്നവന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റ്. അവരെ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. 57 തെരഞ്ഞെടുപ്പിൽ വന്നു. 5 പേരുടെ ഭൂരിപക്ഷം, സ്വതന്ത്രന്മാരുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് മന്ത്രിസഭ നിലവിൽ വന്നത്. ആ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളാണ് പിന്നീട് കേരളത്തിൽ വന്ന എല്ലാ മന്ത്രിസഭകൾക്കും മാർഗദർശകമായത്. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ കേരളം ഭരിച്ചപ്പോഴും 57 സർക്കാർ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കാനല്ലാതെ അട്ടിമറിക്കാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, പിന്നീട് ഓരോ 10 കൊല്ലം കൂടുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങോട്ട് കയറ്റിയിരുത്തി കേരള ജനത. 67 EMSൻ്റെ നേതൃത്വത്തിൽ, 70 ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് രണ്ടായി, ഒരു കഷണം മന്ത്രിസഭയിലുണ്ട്. 78 PK മുഖ്യമന്ത്രിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. 79 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു, കമ്മ്യൂണിസ്റ്റുകാരാണ് അതിലുള്ളത്. 87 കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു. 96 കമ്മ്യൂണിസ്റ്റ് മുന്നണി അധികാരത്തിൽ വന്നു. 2006 കമ്മ്യൂണിസ്റ്റ് മുന്നണി അധികാരത്തിൽ വന്നു. 2016 അവർ അധികാരത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു, 10 കൊല്ലമാവാൻ പോകുന്നു. അപ്പോൾ 57 സർക്കാർ കൊണ്ടുവന്ന സുപ്രധാന തീരുമാനങ്ങളൊന്നിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭാഷാപ്രതിജ്ഞ ചൊല്ലിയതും ഔദ്യോഗിക ഭാഷാ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതും. ആ സർക്കാർ 4 നിയമങ്ങൾ നിർമ്മിച്ചു. പ്രധാനപ്പെട്ട 4 നിയമനിർമ്മാണവും 3 കമ്മീഷനുകളെയും നിയമിച്ചു, റിപ്പോർട്ടുണ്ടാക്കി. ആ 4 നിയമങ്ങളിലൊന്നും നിങ്ങൾക്കറിയാം. 1 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2 കാർഷിക ബന്ധ നിയമം. 3 വിദ്യാഭ്യാസ നിയമം. 4 സ്ത്രീധന നിരോധന നിയമം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി കേട്ടാൽ തന്നെ നമുക്ക് ഗാന്ധിജി പറഞ്ഞു തന്നിട്ടുണ്ടോ നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് എന്ന്. നടപ്പിലാക്കാൻ വേണ്ടി മാത്രമല്ല, ലംഘിക്കാനും കൂടിയുള്ളതാണ്. ഇപ്പം നിയമനം, ഇതിപ്പോൾ പെണ്ണിനെ കല്യാണം കഴിച്ച് വിടുമ്പോൾ സ്ത്രീധനം കൊടുക്കണം എന്നുള്ളത് വീട്ടുകാരുടെ ഒരു മോഹമാണ്. ഇനി വേണ്ട എന്ന് വച്ചാലും വല്ലതും കൊടുത്തില്ലെങ്കിൽ പയ്യൻ പറയുകയാണ് സ്ത്രീധനം വേണ്ട, ഞാൻ എനിക്ക് പെണ്ണിനെ, അത് തന്നെ ധനം, അത് തന്നെ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്, അതുകൊണ്ട് അത് തന്നെ ധനം, അതുകൊണ്ട് മറ്റു ധനമൊന്നും വേണ്ട എന്ന് ഈ വരൻ്റെ വീട്ടുകാർ പറഞ്ഞാലും അച്ഛനമ്മമാർക്കൊരു ഒരു തൃപ്തിയില്ല. ഏതുപോലെ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പൂജയ്ക്ക് പോയാൽ അവിടെ ആദ്യം കൗണ്ടറിൽ ഫീസ് അടച്ച് ഒരു രസീത് എടുക്കണം. ഈ രസീതിലാണ് ദാക്ഷായണി അമ്മ എന്ന് പേര് വെച്ചിട്ടുണ്ട്. രസീത് അകത്ത് പോകുന്നു. പൂജാരി പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിവേദ്യം അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞത് അത് നമുക്ക് തരും. എന്താ എൻ്റെ പേര്? പ്രസാദം നമുക്ക് തരും. അപ്പോൾ പ്രസാദം അദ്ദേഹം എന്ത് ചെയ്യും? ഇങ്ങനെ ഇടും, തൊടൂല്ല, കറണ്ടടിക്കും, ഇങ്ങനെ ഇടും. നമ്മളെന്ത് ചെയ്യും? തിരിച്ചൊന്നിങ്ങനെ കൊടുക്കും. ഏതാ ദക്ഷിണ. അത് അദ്ദേഹം ചോദിക്കുന്നതാണോ? ഇല്ല. ഏതെങ്കിലും മേൽശാന്തി ദക്ഷിണ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ കൊടുക്കാതിരിക്കുമോ? കൊടുക്കാതിരിക്കില്ല. എന്തിന്? ഒരു തൃപ്തിക്ക് വേണ്ടി, ഒരു തൃപ്തിക്ക് വേണ്ടി കൊടുക്കും. ആ തൃപ്തിക്ക് വേണ്ടി കൊടുക്കും പോലെയാണ് ഈ സ്ത്രീധനം കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും അത് ശരിയായ കാര്യമല്ല എന്ന് അന്നത്തെ കേരള സർക്കാരിന് തോന്നി. ആ സ്ത്രീധന നിരോധന നിയമം 1957 ഡിസംബറിൽ തന്നെ പാസ്സാക്കി.
പിന്നീട് 63-ലാണ് കേന്ദ്ര പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നത്. ഈ 4 നിയമങ്ങളും 3 കമ്മീഷൻ റിപ്പോർട്ടുകൾ. അതിൽ ആദ്യത്തേതാണ് കോമാട്ടിൽ അച്യുതമേനോൻ കമ്മീഷൻ. കോമാട്ടിൽ അച്യുതമേനോൻ എന്ന് പറയുന്ന പഴയ കൊച്ചി ചീഫ് സെക്രട്ടറി ആയിരുന്നയാൾ ചെയർമാനും, കെ ദാമോദരൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ഗ്രന്ഥശാല അദ്ദേഹം അംഗം, ഡോക്ടർ കെ ഭാസ്കരൻ നായർ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു, സുവോളജി പ്രൊഫസറും പ്രിൻസിപ്പലും പിന്നീട് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറും ശാസ്ത്ര സാഹിത്യകാരനുമായ ഡോക്ടർ കെ ഭാസ്കരൻ നായർ, പി ടി ഭാസ്കര പണിക്കർ ഗ്രന്ഥശാല പ്രവർത്തകൻ, മലബാറിൽ പിന്നെ ഡിസ്ട്രിക്ട് ബോർഡ് വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് കൊണ്ടശ്ശേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം അംഗം, വേറൊരു LJ ഐസക്. ഈ 5 പേരടങ്ങുന്ന ഒരു സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കാനെ ചുമതലപ്പെടുത്തി 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിലാണ് മലയാളത്തെ ഔദ്യോഗിക ഭാഷയാക്കണം, ഭരണഭാഷയാക്കണം എന്ന് തീരുമാനിച്ചത്. എന്താ കാര്യം? 47-ലെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്നത് വരെ നമ്മുടെ ഔദ്യോഗിക ഭാഷ, ഭരണഭാഷ ഏതായിരുന്നു, അഥവാ ഭരണകൂട ഭാഷ ഏതായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഇംഗ്ലീഷായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ നിയന്ത്രണത്തിലുണ്ട്, തദ്ദേശീയ ഭാഷയുമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ബ്രിട്ടീഷുകാരും, ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചിരുന്ന കോളേജിലെയും സർവകലാശാലയിലെയും വിദ്യാഭ്യാസം നേടി വന്ന ബിരുദധാരികളുമായ ആൾക്കാരാണ് സംസ്ഥാനത്തെ ഭരണതലപ്പത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് ഭരണഭാഷ മലയാളമാണെങ്കിലും കാര്യങ്ങൾ നടന്നിരുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം. കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിന് ഇപ്പുറം മാത്രം, 50 കൊല്ലം എന്നാണ് അദ്ദേഹം പറയുന്നത്, 50 കൊല്ലത്തിന് ഇപ്പുറം മാത്രം മാറിയ ഇംഗ്ലീഷ് എന്ന ഭരണഭാഷയെ മാതൃഭാഷയായ മലയാളത്തിലേക്ക് മാറ്റുകയും, അങ്ങനെ മാറ്റുന്നതിനു വേണ്ടി ഭരണതലത്തിൽ ഓരോ ഭരണ വകുപ്പിലും നിലനിൽക്കുന്ന ഭാഷാ പ്രയോഗത്തെ, മലയാളമല്ലാത്ത ഭാഷാ പദങ്ങൾക്ക് തത്തുല്യമായ ഭാഷാ പദങ്ങൾ ഉണ്ടാക്കി ഒരു ഗ്ലോസറി, ശബ്ദാവലി ഉണ്ടാക്കുകയും ചെയ്തു അന്നത്തെ ആ കമ്മീഷൻ. കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പേ സർക്കാരിനെ പിരിച്ചുവിട്ടു. 2ാമത്തെ കമ്മീഷൻ ഈ ഭരണപരിഷ്കാര കമ്മീഷനാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EMSന്റെ നേതൃത്വത്തിൽ ഭരണപരിഷ്കാര കമ്മിറ്റി വന്നു. അധികാര വികേന്ദ്രീകരണം, സെക്രട്ടേറിയറ്റിലേക്ക് അധികാരം കയറുകയല്ല വേണ്ടത്, സെൻട്രി പെറ്റലായിട്ട് വിദേശത്തെങ്കിലും പ്രാദേശികമായിട്ട് പോകണം, അധികാര വികേന്ദ്രീകരണം. അതാണ് 96 നടപ്പിലാക്കിയ ഈ ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്ര സാധനം അങ്ങനെയാണ് വന്നത്. പിന്നീട് 3ാമത്തത് നിങ്ങൾ ആരും ഒരുപക്ഷെ കേട്ടിട്ടിരിക്കാൻ സാധ്യതയില്ലാത്തതാണ് പോലീസ് കമ്മീഷൻ. NC ചാറ്റർജി എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ പ്രസിദ്ധനായ അഭിഭാഷകനെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തൊരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതാണ് ഈ NC ചാറ്റർജി കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരാളെ നമ്മുടെ ലോകസഭാ സ്പീക്കറായിരുന്നൊരു സോമനാഥ് ചാറ്റർജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMന്റെ നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജി, അദ്ദേഹത്തിന്റെ പിതാവാണ് പ്രസിദ്ധനായ പ്രഗത്ഭനായ സുപ്രീം കോടതി അഭിഭാഷകനായ NC ചാറ്റർജി. എന്താണ് പോലീസിന്റെ പ്രശ്നം? ഒരു കൊളോണിയൽ മർദ്ദക പോലീസിനെ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ക്ഷേമരാഷ്ട്ര പോലീസായിട്ട് എങ്ങനെ മാറ്റാം? ഇന്നലെ വരെ ഒരു കൊളോണിയൽ പോലീസിന്റെ മർദ്ദനമേറ്റവരാണ് 57 നിയമസഭയിലും മന്ത്രിസഭയിലും ഉള്ളവർ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം കൊടുത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട്, അല്ലെങ്കിൽ നാടുവിട്ടേടി വന്നവരുണ്ട്, ഒളിവിൽ പോയവരുണ്ട്, അപ്പോഴും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരുണ്ട്. എത്രയായിരം പേരെയാണ് ഇടിച്ചു കൊന്നത് ഈ പോലീസ്, ചതച്ചത്. നമ്മൾ വെടിവെപ്പിന് മുദ്രാവാക്യമൊക്കെ വിളിക്കുമല്ലോ, പുന്നപ്രയും വയലാറും, പിന്നെ അങ്ങവിടെ ഉണ്ടല്ലോ കയ്യൂരും കരിവള്ളൂരും. അത് കൊളോണിയൽ പോലീസാണ്, മർദ്ദക പോലീസാണ്. ആ മർദ്ദക പോലീസിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ പോലീസിനെ രൂപപ്പെടുത്തിയത്. കാരണം തിരുവിതാംകൂർ പോലീസ് കമ്മീഷണർ ആരാ? എപ്പോഴും ബ്രിട്ടീഷുകാരനായിരിക്കും. ആ ബ്രിട്ടീഷുകാരനായ പോലീസ് കമ്മീഷണറാണ് 921 യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരെ വെടിവെച്ചു കൊന്നതും, പോലീസ് കയറി കുതിരപ്പട്ടാളം എരിച്ചു കയറിയതും, 3 വിദ്യാർത്ഥികൾ മരിച്ചത്. 4 സാറുമാർക്കും അടി കിട്ടി. സാറുമാർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. 4 സാറുമാർ കോളേജിലിരുന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് സൊറ പറഞ്ഞുകൊണ്ടിരുന്ന സാറുമാർക്ക് കിട്ടി 4 എണ്ണം. അടി കിട്ടിയവനെ പിന്നെ ഐഡന്റിഫിക്കേഷൻ പരേഷൻ വിളിച്ചു. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ പരേഷൻ അടിച്ച പോലീസുകാരനെ തിരിച്ചു. അങ്ങനെ എല്ലാവരും കാക്കിയല്ലേ, കാക്കിയെ മാത്രമേ കണ്ടുള്ളൂ, കാക്കിക്കുള്ളിലെ ഹൃദയത്തെ കണ്ടില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് കേസിൽ ശിക്ഷ ഉണ്ടായില്ല. അപ്പോൾ അതിന് 3 പേർ മരിച്ചു, 18 പേർ ആശുപത്രിയിലായി, നിരവധി പേര് ആയുർവേദ ചികിത്സയ്ക്ക് പോയി. അങ്ങനെ ഭീകരമായ പോലീസ് കമ്മീഷണർ ഇംഗ്ലീഷുകാരനായതുകൊണ്ടാണ്. ആ പോലീസ് കമ്മീഷണർ അപ്പോൾ പോലീസ് തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിലെയും പോലീസ് ബ്രിട്ടീഷ് പോലീസാണ്. ആ മർദ്ദക പോലീസിനെ കൊളോണിയൽ ഭരണം പോയി, നാടുവാഴിത്തം പോയി എങ്കിൽ ഒരു ജനാധിപത്യ ഭരണത്തിന് കീഴിൽ ആ പോലീസിനെ എങ്ങനെ മാറ്റാം? അതായിരുന്നു സർക്കാർ അങ്ങോട്ട് കൊടുത്ത ടേംസ് ഓഫ് റെഫറൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. പക്ഷേ നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കിയത് പിന്നെ 2006-ലാണ്.
2006 VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം കൊണ്ടുവരുന്നതും ആ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, നിങ്ങളുണ്ടോ ഇവിടെ? സ്കൂളുകളിലാണത്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന സംവിധാനം കൊണ്ടുവന്നു. പോലീസിനെ വിദ്യാർത്ഥികളുമായിട്ട്, പോലീസിനെ കല്ലെറിയുന്ന ആദ്യത്തെ ആളാരായിരിക്കും? ഞാൻ എറിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കും. ഇപ്പോൾ എറിയില്ല. വിദ്യാർത്ഥിയായിരിക്കും. നമ്മൾ എറിഞ്ഞു, ചുമ്മാ കല്ല് കിട്ടിയ കല്ലിൻ്റെ പ്രയോജനം എന്താ? അത് എറിയാനുള്ളതാണ്. അതുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ കൂടി പോലീസിൻ്റെ ഭാവത്തിലേക്ക് കൊണ്ടുവരിക. എന്നാലും പോലീസ് മാറിയിട്ടില്ല. ഭരണകൂടം മാറി, കേരളം മാറി, 70 കൊല്ലമായി. എന്നിട്ടും പോലീസിൻ്റെ മർദ്ദക സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഭരിക്കുന്നത് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും സിസ്റ്റം മാറുന്നുണ്ടോ? ഇടതു മുന്നണി ഭരണം മാറി വലതു മുന്നണി വന്ന കോളേജ് സാറുമാരല്ലാതാവുമോ? ആവില്ല. നിങ്ങൾ വിദ്യാർത്ഥികളല്ലാതാവുമോ? LD ക്ലാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടേറിയറ്റും ഇല്ലാതാവും? ഇല്ല. ആ സംവിധാനം തുടരാണ് സ്റ്റീൽ ഫ്രെയിം, ഉരുക്ക് ചട്ടക്കൂടെന്ന് പറയുന്നത്. സിവിൽ സർവീസസ് സ്റ്റീൽ ഫ്രെയിം എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞു. ആ സമ്പ്രദായം തുടരും. അങ്ങനെ തുടരുന്നു. പക്ഷേ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. ജനഹിത അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ അറ്റം വരെ എത്തി. പക്ഷേ ഭാഷയ്ക്ക് എന്ത് പറ്റി? ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നതിന് മുമ്പേ സർക്കാരിനെ പിരിച്ചുവിട്ടു. 67 EMSൻ്റെ 2ാം സർക്കാർ വന്നപ്പോൾ മറ്റൊരു നിയമം കൊണ്ടുവന്നു. അപ്പോഴേക്കും ഈ കൈയെഴുത്തിന് പകരം ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ യന്ത്രം കയറി വന്നു. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 60 പറഞ്ഞൂടെ? 26 തോന്നുന്നു. ഒന്ന് ഉറപ്പ് തന്നെ. ഇനി മാറൂലല്ലോ? മാറൂല. മലയാളത്തിൽ എത്രയുണ്ട്? തെറ്റും. നമ്മൾ പറയും ഭയങ്കര മഹത്തരമല്ലേ സാർ മലയാളം? ഒതുങ്ങൂല. അക്ഷരം എത്രയെന്നുള്ളത് നമ്മൾ ഒതുക്കൂല. 2022 ഔദ്യോഗിക ഭാഷാ വകുപ്പ് തയ്യാറാക്കിയ ഒരു ശൈലീ പുസ്തകം നമ്മുടെ PRD പൊതുഭരണ എന്താ പേര് ജനസമ്പർക്ക സമിതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 49 അക്ഷരമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ഭാഷയിലില്ലാത്ത, എഴുത്തിലില്ലാത്ത ഒരുപാട് വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അച്ചടി ഭാഷയിലില്ലാത്ത ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാക്കിപ്പോൾ നിങ്ങളറിയണം, സാംസ്കാരിക വകുപ്പിൻ്റെ കൊച്ചിയിൽ നടന്നൊരു പ്രദർശനത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ വ്യവഹാര ഭാഷയിൽ ഉപയോഗിക്കാത്ത ഒരുപാട് പദങ്ങൾ കലാരൂപമായിട്ട് അവിടെ കൈകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്. ഞാൻ പെൺകുട്ടിയൊക്കെ തരൂല്ല, നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കൾക്ക് തരാം. ഒറ്റ കണ്ടീഷനാണ്, രഹസ്യം, കുമ്പസാര രഹസ്യം വെളിയിൽ വിടരുത്. അത് കലാപ്രകടനമായിട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ അവിടെ പ്രദർശിപ്പിച്ചു. വലിയ വിവാദം ഉണ്ടായിരിക്കുകയാണ്. അത് പോട്ടെ. 49 അക്ഷരങ്ങളാണ്. 13 സ്വരാക്ഷരങ്ങളും 25 വ്യഞ്ജനാക്ഷരങ്ങളും 11 മറ്റേ ഘോഷി എന്നൊക്കെ പറയുന്ന എല്ലാം കൂടി ചേർത്ത് അങ്ങനെ 49 എണ്ണമാണ് ഉള്ളത്. പക്ഷേ നമുക്കറിയാം, ദ്വിത്വം വരും, ഇരട്ടിപ്പോരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മലയാള ഭാഷ പ്രയോഗിക്കുന്നതിൽ, ടീച്ചറുടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, മലയാള ഭാഷ പ്രയോഗിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, ഉച്ചാരണത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആ ഉച്ചാരണം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ട്. മലയാള അധ്യാപകരും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ മലയാള അധ്യാപകനല്ല, ചരിത്രമാണ് പഠിപ്പിച്ചതും ഒക്കെ. അതുകൊണ്ട് എനിക്ക് മലയാളത്തെക്കുറിച്ച് പറയാൻ ആധികാരികമായി കഴിവില്ല. പക്ഷേ കേൾവിക്കാരൻ എന്നുള്ളതൊക്കെ പലതും പറയാൻ പറ്റും. പക്ഷേ നമ്മളെ ഉച്ചാരണം മാറിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വരം മാറിയാൽ പോലും, ഒരു ഈണത്തിൽ മാറ്റം വന്നാൽ പോലും അർത്ഥവ്യത്യാസം വരും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉച്ചാരണം തെറ്റായിട്ടാണ് എങ്കിൽ അക്ഷരം തെറ്റും, അല്ലെങ്കിൽ അർത്ഥം തെറ്റും. നമ്മൾ ബലം എന്നാണ് പറയുന്നത്, കുട്ടി പറഞ്ഞത് ഫലം എന്നാണെങ്കിലോ? ബലം എന്നാണ് പറയേണ്ടത്, പക്ഷെ പറഞ്ഞത് എന്തായിരിക്കും? ഫലം എന്നാണ്. ഞാൻ തൃശ്ശൂർ ജോലി ചെയ്തിട്ടുണ്ട്. നല്ലവരാ, പക്ഷെ സൗമ്യശീലരാണ്, സൗമ്യ ഭാഷികളാണ്. എന്താണ്? ഭാര്യ ഭർത്താവ്. തൃശ്ശൂർ അങ്ങനെ പറയും, ഭാര്യ ഭർത്താവ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, ഭാര്യ ഭർത്താവ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, മലയാളത്തിൽ കശുവണ്ടിയുടെ ആകൃതിയിൽ ഒരു അക്ഷരമുണ്ട്, അത് ഉച്ചരിക്കുന്നതിനൊരു നിയമമുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാര്യമാരും വീട്ടിൽ ചെന്നിട്ട് ഈ അക്ഷരം ശരിയായി ഉച്ചരിച്ച് എങ്ങനെ പറയണം? ഭർത്താവേ. കാര്യം മനസ്സിലാവും കേൾക്കുമ്പോൾ തന്നെ. എല്ലാ ഭർത്താക്കന്മാരുടെ അടുത്തും പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഭാര്യയെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? ഭാര്യയെ. അടങ്ങും. കാരണം സ്വരം എന്താന്നുള്ളത് അപ്പം മനസ്സിലാവും. അപ്പം നമ്മൾ ഉച്ചാരണം പ്രധാനമാണ്. വാക്കുകൾ പ്രതിഷ്ഠിക്കുന്നതിനോ? അക്ഷരം, വാക്ക്, വാചകം, ഇങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. വാക്ക് തെറ്റായ സ്ഥലത്തിട്ട, വാക്ക് ഇടാണ്ടാത്ത സ്ഥലത്താണ് ഇട്ടാലോ മാലപ്രോപ്പിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ അപ്രോപ്രിയേറ്റ് അല്ലാത്ത സ്ഥലത്ത് പദം പ്രയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നം. മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറാണോ? മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറാണോ?
മുൻ ഡയറക്ടറാണ്. മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അവിടെ ഇല്ല, ഡയറക്ടർ ഇപ്പോഴും ഉണ്ട് എന്നാവും അർത്ഥം. മുഷിഞ്ഞ അച്ഛൻ്റെ ഉടുപ്പ് അലക്കാനിട്ടു. അച്ഛൻ്റെ മുഷിഞ്ഞ ഉടുപ്പാണ് അലക്കാനിട്ടത്. ഇനി വാദി പ്രതിയായൊരു കേസുണ്ട്, അതും കൂടെ പറഞ്ഞത് ഞാൻ ആ ഭാഗം വിടാം. ഏത്? പോലീസുകാരൻ്റെ സഹായത്തോടുകൂടി ഗർഭിണിയായ സ്ത്രീയെ ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചു. പാവം പോലീസുകാരൻ കേസിൽ പ്രതിയായി. ഇത് വാക്ക് പ്രയോഗിക്കുന്നതിൽ പറ്റിയ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പഴയകാലം നമ്മുടെ അഥർവവേദത്തിൽ പറയുന്ന ഭാഷയിലെ ഏത് വിഷയവും പഠിപ്പിക്കുന്നതിന് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ശിക്ഷ, നിരുക്തം, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം. ഈ 6 കാര്യം. ജ്യോതിഷം എന്ന് വെച്ചാൽ ഈ കാജാബു എഴുതി 12 കളം വരച്ച 7 നിന്ന് 8 നോക്കി നിൽക്കുന്ന കാര്യമല്ല. പ്രകൃതിയാണ്, കാലാവസ്ഥയാണ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാര പദത്തെ അനുസരിച്ചാണ്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഗുരുത്തം കെട്ടവനെ നിന്നെ 10 മാസം ചുമന്ന പ്രസവിച്ചത്. എല്ലാ അമ്മമാരുടെയും അവകാശമാണ്, 10 മാസം ചുമന്നാണ് പ്രസവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർക്ക് ക്ഷമയില്ല, ധൃതിയ, 9 ആവുമ്പോൾ പ്രസവിക്കും. എന്താ കാര്യം? 28 ഗുണം 10, 28ൻ്റെ കഥ എന്താ? ചന്ദ്രൻ്റെ സഞ്ചാരപഥമാണ്. നമ്മുടെ ആർത്തവ ചക്രവും അതാണ്. 28 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു ഭ്രമണം പൂർത്തിയാവുന്നത്. 14 ദിവസം കഴിയുമ്പോൾ അമാവാസിയോ പൗർണമിയോ വരും. അതുകൊണ്ടാണ് പ്രഥമയിൽ തുടങ്ങി 14ാം വാക്ക് അവസാനിക്കുമ്പോൾ 15 നിന്ന് പുതിയ വാക്ക് എടുക്കുന്നില്ല, വീണ്ടും പ്രഥമ തുടങ്ങുകയാണ്. ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, 14. പിന്നെ പഞ്ചദശമി എന്ന് പറയുന്നില്ല. അവിടെ എന്താ വീണ്ടും തുടങ്ങുന്നത്? കാരണം 14 ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ ചന്ദ്രൻ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ചന്ദ്രൻ പൂർണ്ണമായിട്ടും പ്രത്യക്ഷമാകും. അങ്ങനെ 14, 28, 28 ഗുണം 10. മനുഷ്യായുസ് കണക്കാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ മനുഷ്യായുസ് കണക്കാക്കിയത് കൊണ്ടാണ് 60 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഷഷ്ഠ്യബ്ദ പൂർത്തി. ആ 16-ന് 60ആണ്. അങ്ങനെ നോക്കിയാൽ മനുഷ്യായുസ് 120 കൊല്ലമാണ്. നിങ്ങൾ ഏതെങ്കിലും പഴയ കാലത്തെ വിവരമുള്ള ജ്യോതിഷം എഴുതിച്ച ഒരു ജാതകം എടുത്തു നോക്ക്. എല്ലാ ദശകളെക്കുറിച്ചും പറഞ്ഞിരിക്കും. ടോട്ടൽ എടുക്കുമ്പോൾ 120 വരും. പക്ഷേ 80 കഴിയുമ്പോൾ പറയും ശേഷം ചിന്ത്യം, തട്ടിപ്പോകുമെന്നാണ്. ശേഷം ചിന്ത്യം, അടിച്ചു പോവും, ഫീസായി പോകുന്നുള്ള കാര്യം പറയാനാണ്. ഈ ജ്യോതിഷം ജ്യോതിശാസ്ത്രമാണ്, കാർഷിക സമൂഹത്തിന് ആവശ്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അക്ഷരം പഠിപ്പിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം നമ്മൾ തെറ്റിച്ചാൽ അർത്ഥവ്യത്യാസം വരും, ഭാഷാപ്രയോഗം മാറും. ഈ ഭാഷാപ്രയോഗം മാറുമ്പോഴാണ് ഫയൽ എഴുത്ത് കുഴപ്പമാവുന്നത്. നമുക്ക് ക്ലാസ്സിൽ എന്തും പറയാം, തിരുത്താൻ സൗകര്യമുണ്ട്. ഫയലിൽ എഴുതി വിട്ടാലോ അത് പ്രശ്നമാവും, മാറും. മറ്റൊരു കാര്യം, ഒരു വാക്ക്, ഒരു ഭാഷയിലുള്ള പദം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോഴുണ്ട് പരിഭാഷയുടെ പ്രശ്നമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലുള്ള ഇപ്പോൾ 1955 കേന്ദ്ര സർക്കാർ ഒരു നിയമം, ഒരു കമ്മീഷൻ നിയോഗിച്ചു, ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. PB ടണ്ടൻ എന്ന് പറയും. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞത് 1947 അധികാര കൈമാറ്റത്തിന് മുമ്പ് ഏതു ഭാഷയാണോ ഔദ്യോഗിക വിനിമയത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ ഭാഷ അടുത്തൊരു നിയമം ഉണ്ടാകുന്നത് വരെ തുടരണം. ഇംഗ്ലീഷ് തുടരും എന്നർത്ഥം. സംസ്ഥാന സർക്കാരുകൾ തമ്മിലോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലോ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും തമ്മിലോ കത്തിടപാട് നടത്തുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കണം. സംസ്ഥാന സർക്കാരുകൾ തമ്മിലാണെങ്കിൽ പ്രാദേശിക ഭാഷയിൽ ഇരു സർക്കാരിനും തയ്യാറാണ് എങ്കിൽ അത് ഉപയോഗിക്കാം. ഇതായിരുന്നു ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള അനൗപചാരികമായ തീരുമാനം. 1963 പാർലമെന്റ് അത് പാസാക്കിയപ്പോൾ അതിൽ അതിശക്തമായ വിയോജിപ്പ് വന്നു. ഒരു വാക്കിനെ ചൊല്ലിയാണ്, ഷാലും മേയും. അന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ അംഗമായിരുന്ന തമിഴ്നാടിന്റെ പിന്നീട് മുഖ്യമന്ത്രിയായ CN അണ്ണാദുര. അപ്പം നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ വന്ന ഒത്തുതീർപ്പ് ഇംഗ്ലീഷ് ഷാൽ കണ്ടിന്യൂ ടു ബി ദ ലിങ്ക് ലാംഗ്വേജ് എന്നാണ്. ഇംഗ്ലീഷ് ബന്ധഭാഷയായി ഷാൽ നിർബന്ധമായിട്ടും തുടരണം. ഇംഗ്ലീഷ് ബന്ധഭാഷയായി തുടരണം. പക്ഷെ ബില്ല് അവതരിപ്പിച്ചപ്പോൾ മന്ത്രി അതിലൊരു ഭേദഗതി വരുത്തി. ഇംഗ്ലീഷ് മേ കണ്ടിന്യൂ ടു ബി ദ ലിങ്ക് ലാംഗ്വേജ്. തുടരാം, നിർബന്ധമില്ല. തുടരണം എന്നുള്ളത് ഷാൽ എന്നുള്ളത് മേ എന്ന് മാറി. ആ ഷാലും മേയും തമ്മിലുള്ള അടിയാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനം ഉണ്ടാകാനും DMK ഉണ്ടാകാനും 67 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ട് DMKയുടെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഇവിടെയായത്. 67 ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും
DMK-യുടെ കഷ്ണങ്ങൾ ഏതെങ്കിലുമേ ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് എത്തിച്ചത് ഭാഷയിലെ പ്രയോഗത്തിൻ്റെ രീതിയാണ്. ഇപ്പോഴും ഒരു ഹിന്ദി വിരുദ്ധ പ്രമേയം പാസ്സായിക്കൊണ്ടിരിക്കുക. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദി പഠിപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഭാഷാവിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ തമിഴ്നാട് സർക്കാർ പോയതും അന്നത്തെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ നിയമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ല. നമ്മൾ നടപ്പിലാക്കിയാലും കോടതികളിൽ നടപ്പിലാക്കില്ല. 1984 കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ജസ്റ്റിസ് KK നരേന്ദ്രൻ കമ്മിറ്റി ഒരു റിപ്പോർട്ടും കൊണ്ടുവന്നു. ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കോടതി ഭാഷ, വ്യവഹാര ഭാഷ, ഒരു നിയമവ്യവഹാര ഭാഷ മലയാളത്തിലേക്ക് മാറണം എന്നായിരുന്നു നിർദ്ദേശം. അതായില്ല. പക്ഷെ പിന്നെ തീരുമാനിച്ചു ജില്ലാ കോടതി വരെ, ജില്ലാ കോടതി ജില്ലാ ജഡ്ജി ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ അത് മലയാളത്തിലാകാം എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ജില്ലാ ജഡ്ജിമാർ ജഡ്ജ്മെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അപ്പീൽ പോകേണ്ടി വരുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എടുത്താൽ മതി. ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുമ്പോൾ നിരവധി അത്തരത്തിലുള്ള കോടതി ഉത്തരവുകൾ ഞാൻ പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ അഭയ കേസ്, കോട്ടയത്തെ ഒരു കൊലപാതക കേസുള്ള അഭയ കേസ്, CBI ഏറ്റെടുത്ത ചില കേസുകൾ CBIക്ക് കോടതി പോയപ്പോൾ മലയാളത്തിലുള്ള അവരുടെ മൊഴികളെല്ലാം ഇംഗ്ലീഷിലേക്ക്, അത് സ്വകാര്യമാണ്, വേറെ ആർക്കും പറയാൻ പാടില്ല. ഞാനും കുമ്പസാര രഹസ്യം വെളിയിലൂടെ ഞാൻ നേരിട്ടാണ് അത് പരിഭാഷപ്പെടുത്തിയത്. അങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെ പരിഭാഷപ്പെടുത്തിയാൽ മതി. കോടതി ഉത്തരവ് എന്തുകൊണ്ട് മലയാളത്തിലാക്കിക്കൂടാ? വാദിയും പ്രതിയും വക്കീലും ജഡ്ജിയും മലയാളി, വാദിയും പ്രതിയും വക്കീലും ജഡ്ജിയും മലയാളിയാണെങ്കിൽ എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതിക്കൂടാ? അതേ ചോദ്യം ഞാൻ നിങ്ങളടുത്തും ചോദിക്കുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും മലയാളി, പഠിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രം, പക്ഷേ പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിൽ. തീരുമാനം നമ്മുടെ സർവകലാശാല എടുത്തിട്ടില്ല. എന്തിനാണ് അവന്മാരവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് പഠിക്കാം. ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാകുന്നത് മലയാളമാണെങ്കിൽ ഞാൻ ആ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷ് തത്തുല്യമായിട്ട് പറയുകയും ചെയ്യും. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ദോഷവും വല്ല, കാരണം നിയമം ലംഘിക്കാൻ പണ്ടേ തീരുമാനിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സർക്കാർ മാറിയിട്ടില്ല. സർക്കാർ എന്ന് വെച്ചാൽ സർവകലാശാല മാറിയിട്ടില്ല. ഇപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠ്യപദ്ധതിയിൽ മലയാളത്തിലാകണമോ ഇംഗ്ലീഷിലാകണോ എന്നുള്ള തർക്കം നിൽക്കുകയാണ്. മലയാളത്തിലാവാൻ പഠിക്കാം, ഇംഗ്ലീഷിലും പഠിക്കാം സർക്കാർ തീരുമാനിച്ചു. ഇനി അക്ഷരമാല അച്ചടിക്കണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം. അക്ഷരം പഠിപ്പിക്കാനേ പാടില്ല. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പറഞ്ഞ അക്ഷരവാദികളും ആശയവാദികളും തമ്മിൽ ഏറ്റുമുട്ടലാണ്. അവസാനം നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞു അക്ഷരമാല അച്ചടിക്കും. വച്ചോണ്ടിരിക്കുകയുള്ളൂ, ഞങ്ങൾ പഠിപ്പിക്കൂല. പഠിപ്പിക്കണമെങ്കിൽ അറിയണ്ടേ? ഈ ബാ എങ്ങനെ ഭായായി എന്നറിയണ്ടേ? കായെങ്ങനെ ഖായായി, കായെങ്ങനെ ഘായായി എന്ന് പറയണ്ടേ? നഖത്തിൻ്റെ ഖായും മേഘത്തിൻ്റെ ഘായായിട്ട് മാറിയത് എങ്ങനെയാണ്? അതിന് നിയമമുണ്ട്. മലയാളം അധ്യാപകർ നിങ്ങൾ കണ്ടു പഠിക്കണം. അവരെ കൊണ്ട് ചോദിക്കണം എങ്ങനെയാണ് ഈ സ്വരം മാറി വരുന്നത്, എങ്ങനെയാണ് ഈ ഖരത്തിൻ്റെ കൂടെ ഘോഷി ചേർത്താൽ, ഇങ്ങനെ ഹകാരം ചേർത്താൽ ഉണ്ടാവുന്നത് അവർ പറഞ്ഞു തരും. അങ്ങനെ പഠിക്കണം. അതറിയില്ല. അത് പഠിപ്പിക്കാൻ അധ്യാപകർ തയ്യാറല്ല. എന്നാലേ പഠിപ്പിക്കാൻ പറ്റൂ. ആ മാറ്റം എന്തുകൊണ്ട് സർവകലാശാലകൾ മാറുന്നില്ല? സർവകലാശാലകൾ മാറാത്തത് കൊണ്ടാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കി മാറ്റാൻ കഴിയാത്തത് എന്ന് കുറ്റാരോപണം നടത്തുകയാണ് ഞാൻ. കാരണം എന്താ? പ്രൈമറി ക്ലാസ്സുകളിലെ പാഠപുസ്തകം എഴുതുന്നത് ആരാണ്? പ്രൈമറി ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി നിശ്ചയിക്കുന്നത് ആരാണ്? പ്രൈമറി ക്ലാസ്സുകളിലെ അധ്യാപകരാരാണ്? പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകരാകാൻ ഹയർ സെക്കൻഡറി വരെ പാസ്സാകണം, എന്നിട്ട് TTCക്ക് പോകണം. എന്നിട്ട് അവരെയാണ് PSC വഴിയോ ഭീമമായ കോഴ വാങ്ങിയിട്ടോ മാനേജറാവോ നിയമിക്കുന്നത്. അവരാണ് നമ്മളെ മലയാളം പഠിപ്പിക്കേണ്ടത്, പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷേ അവരുടെ കൗമാരപ്രായത്തിൽ അവരാരുടെ മുമ്പിലായിരുന്നത്? അവർ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ അവരുടെ അധ്യാപകരാരായിരുന്നു? ബിരുദധാരികളായിരുന്നു. അവർ ഹയർ സെക്കൻഡറി അവരെ പഠിപ്പിച്ചതാരാ? ബിരുദാനന്തര ബിരുദമുള്ള സർവകലാശാലകളുടെ ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾ അവർ പഠിച്ചത് ഏത് ഭാഷയിലാണ്? അവർ പഠിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലല്ലേ? അപ്പം കൗമാരപ്രായത്തിൽ വ്യക്തിത്വ രൂപീകരണ സമയത്ത്, ആശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രക്ഷോഭകാരിയാവാനും പ്രണയിനിയാവാനും പ്രസംഗകരാവാനും പ്രക്ഷോഭകാരിയാവാനും സാധിക്കുന്ന കൗമാരപ്രായത്തിൽ അവനെ ഒരു മൂശയിൽ അടച്ചിട്ട് ഇംഗ്ലീഷിനകത്ത് കയറ്റി. അവന് തത്തുല്യമായ മലയാളം അറിയില്ല. അപ്പം മലയാളത്തിലുള്ള പുസ്തകം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവൻ എങ്ങനെ പഠിപ്പിക്കും? ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പുസ്തകം മലയാളത്തിൽ മാത്രം പഠിച്ചവൻ എങ്ങനെ പഠിപ്പിക്കും? 12ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ മാത്രമോ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമോ നമുക്ക് പഠിക്കാം. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പഠിച്ച് പിന്നെ ബിരുദവും എടുത്തിട്ട് ഹൈസ്കൂൾ അധ്യാപകനായി വരുന്ന ഒരാൾ പെടുന്നത് ഒരു മലയാളം മീഡിയം ക്ലാസ്സിലാണ് എങ്കിൽ അവൻ എങ്ങനെ മലയാളത്തിൽ പഠിപ്പിക്കാൻ സാധിക്കും? അവൻ്റെ ഇംഗ്ലീഷ് ഭാഷ ശരിയാവുമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് ഞാൻ ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. നമുക്ക് ഫ്യൂഡലിസത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ 3 തരം തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. ഗിൽഡ് മാസ്റ്റർ, ജേണിമാൻ, അപ്രന്റീസ്.
ഗിൽഡ് മാസ്റ്റർ തൊഴിലുടമയാണ്. ജെ ഡി മാൻ തൊട്ടടുത്ത് നിൽക്കുന്നയാളാണ്. അപ്രന്റീസ് എന്ന് പറയുന്നയാൾ തൊഴിൽ പഠിക്കുന്നവനാണ്. അവൻ്റെ സിദ്ധാന്തം പഠിച്ചതിന് ശേഷം പ്രയോഗത്തിന് വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ ITIയും പോളിടെക്നിക് കഴിഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്. ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിൽ ആ പണി ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? തൊഴിൽ പരിശീലിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയ്ക്കുള്ളവനാണ് ഈ ജേണിമാൻ. അപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളൊരു വിഷയമാണ് മനുഷ്യാവകാശം. ആ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിഭാഷ എഴുതി വന്നപ്പോൾ പരിഭാഷകൻ കൊണ്ടുവന്ന പുസ്തകം ഞാൻ വായിച്ചു നോക്കുമ്പോൾ ജേണിമാൻ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് സഞ്ചരിക്കുന്ന മനുഷ്യൻ. ആരായി ജേണിമാൻ? ജേണിമാൻ അവിടെ കൊടുക്കേണ്ട വാക്ക് വിദഗ്ധ തൊഴിലാളി എന്നാണ്. തൊഴിലുടമ, വിദഗ്ധ തൊഴിലാളി. ഈ വിദഗ്ധ തൊഴിലാളിയുടെ കീഴിൽ പഠിക്കുന്നവനാണ് അപ്രന്റീസ്. അപ്പോൾ ഈ ജേണിമാൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രയോഗത്തിലൂടെ വന്നതാണ്. ആ ജേണിമാൻ എന്ന് പറയുന്നയാൾ വിദഗ്ധ തൊഴിലാളിയാണോ സഞ്ചരിക്കുന്ന മനുഷ്യനാണോ? വിദഗ്ധ തൊഴിലാളി. അപ്പോൾ പരിഭാഷയിൽ പ്രശ്നം മാറിയില്ലേ? ഞാൻ കഴിഞ്ഞ കാലത്തോ ക്ലാസ്സിൽ പറഞ്ഞതാണ് പവർ എന്ന ഇംഗ്ലീഷ് വാക്ക്. ഇംഗ്ലീഷ് അധ്യാപകർ പറയും അത് ശക്തിയാണെന്ന്. ഫിസിക്സ് അധ്യാപകൻ പറയും അത് ഊർജമാണ് എന്ന്. പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ പറയും അതെന്ത്? അത് അധികാരമാണ് എന്ന് പറയും. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഒരു പദത്തിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടാകും. കരി മലയാള വാക്കാണല്ലോ. എന്തർത്ഥമുണ്ട്? നാരായണ ഗുരു പറഞ്ഞ് 2 കരിയെ ഒഴിവാക്കണമെന്ന്. ഏത്? ഇടതുവശത്തെ കണ്ണിലും വലതുവശത്തിൽ എഴുതുന്ന കരിയെ ഒഴിവാക്കണമെന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെയോ? കരി എന്ന കരിവീരനെ, ആനയെ ഒഴിവാക്കണം. ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കണം. കരിമരുന്ന് ഒഴിവാക്കണം. കരിക്ക് മറ്റൊരർത്ഥമുണ്ട്. കൃഷിക്കാരൻ്റെ വാക്കിൽ കലപ്പയെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഒരു വാക്കിന് സന്ദർഭോചിതമായിട്ട് അർത്ഥം മാറും. ആ അർത്ഥം മാറിയെങ്കിൽ മാത്രമേ ഭാഷ ഔദ്യോഗികമായിട്ട് ഭരണഭാഷയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, പ്രശ്നമില്ലാതെ കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭരണഭാഷയാക്കുന്നതിന് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ആ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായ കാര്യം. ഇപ്പം യാതൊരു കാരണവശാലും മാറില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന സർവകലാശാലകളെ അടിച്ചു പൊളിക്കണം. എന്തുകൊണ്ട്? നിയമസഭയ്ക്കും പാർലമെന്റിനും പഞ്ചായത്തിനും 5 കൊല്ലം വീതം. മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും കാലാവധി 5 കൊല്ലം. സർവകലാശാല വൈസ് ചാൻസലറുടെ കാലാവധി എത്രയാ? 4 കൊല്ലം. സെനറ്റിൻ്റെ കാലാവധി 4 കൊല്ലം. അക്കാഡമിക് കൗൺസിലിൻ്റെ കാലാവധി 4. എന്തുകൊണ്ട് 4 ആയി? 4 ആകാൻ കാരണം 904 കൽക്കട്ട യൂണിവേഴ്സിറ്റി ആക്ടിൽ 4 കൊല്ലം പറഞ്ഞു. നമ്മളിപ്പോഴും ഈച്ചയടിച്ച കോപ്പി അത് തന്നെ കൊണ്ടു നടക്കുന്നു. അത് 3 ആയാൽ വല്ല ദോഷവും വരുമോ? ഇപ്പോഴുള്ള ദോഷത്തേക്കാൾ കൂടുതലൊന്നും സംഭവിക്കില്ല. ഇനി 5 ആക്കി മാറ്റിയാൽ കുഴപ്പം വരും. അപ്പോഴും ഈ പ്രശ്നമാണ്. അതവിടെ ഇരിക്കുന്നവരുടെ മനോഭാവമാണ്, അവരുടെ തലയ്ക്ക് വെളിവാണ്. നമ്മുടെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവർ, അധ്യാപകരുടെ സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ പറയുന്നു, തലയ്ക്ക് അവിടെ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ഇത് മലയാളത്തിൻ്റെതാണ്, കേരളത്തിൻ്റെതാണ്, ഇന്ത്യയുടേതാണ്. വിദ്യാഭ്യാസം നടത്തേണ്ടത് മാതൃഭാഷയിലൂടെയാണ്. അങ്ങനെ മാതൃഭാഷയിലൂടെ നമ്മൾ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമേ കേരളം ഒരു ജ്ഞാന സമൂഹമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെ ഏത് ഭാഷയിലുള്ള വിജ്ഞാനത്തെയും നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരണം. പരിഭാഷയിലൂടെയോ സ്വതന്ത്രമായി ഉൽപ്പാദിപ്പിച്ചോ. അങ്ങനെ സ്വതന്ത്രമായി ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണല്ലോ ഈ സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു ആധ്യാത്മിക രാമായണം മലയാളത്തിലെ കിളിപ്പാട്ട് രാമായണമായി മാറിയത്. ഒരു വശവും തരാതെ അതേ തത്വങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ മലയാളിയായ, നല്ല മലയാളം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എഴുത്തച്ഛന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ വിജ്ഞാന സമൂഹമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഇവിടെ ഇപ്പം നമ്മൾ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാത്ത ഏതോ ഭാഷയിലും, ഭരണം നടത്തേണ്ടത് നമ്മുടെ ഭാഷയിലും. ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കണമെങ്കിൽ സർവകലാശാലകളിലെ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷയുടെ മാതൃഭാഷയിലൂടെ ആകണം. ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ഉറുദു പഠിക്കണം, വിശ്വഭാഷകളെല്ലാം നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം ഏത് ഭാഷയിലൂടെ ആയിരിക്കണം? നമ്മുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം. ചൈനയിലാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുന്നെങ്കിലും ആദ്യത്തെ 1 കൊല്ലം ചൈനീസ് ഭാഷ പഠിപ്പിക്കും. എന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അവർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ റഷ്യയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. 2021 നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അഖിലേന്ത്യാ സംഘടനയായ AICT സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ മേലപ്പനാണ്. ആ AICT സംസ്ഥാനത്തെ സർക്കാരിനും സർവകലാശാലയും കത്തയച്ചു. എന്താണ്? സാങ്കേതിക ശാസ്ത്ര വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആക്കണം എന്ന്. കേരളത്തിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു അപ്രായോഗികം. 2022 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അവർ പ്രാദേശിക സർക്കാരുകൾക്കൊരു കത്തയച്ചു, സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയച്ചു. ആരോഗ്യശാസ്ത്ര വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആകണം. സാങ്കേതിക ശാസ്ത്രത്തെക്കാൾ പ്രാധാന്യമുണ്ട് ആരോഗ്യശാസ്ത്രം. കാരണം എന്താ? ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് അറിയാത്ത രോഗിയെയാണ്.
അവനോട് പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഇയാൾക്ക് അറിയണം. അവൻ എഴുതി കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് പണ്ടത്തെ പോലെ പറഞ്ഞാൽ പോലെ അവനെ ബോധ്യപ്പെടുത്തി വേണം വിടാനെന്ന് ഇപ്പോൾ ഉണ്ട്. പണ്ട് ഏതെങ്കിലും മരുന്ന് എഴുതി കൊടുത്ത് അവൻ വായിച്ച് സിദ്ധി കൂടി എവിടെയെങ്കിലും കിടക്കും, ഡോക്ടറുടെ പിഴവാണെന്ന് പറയില്ല. ഇപ്പോഴങ്ങനെയല്ല. ഈ അവൻ്റെ രോഗം എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം, അവന് കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് അവനോട് പറയണം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പറഞ്ഞ് വിശദീകരിക്കണമെങ്കിൽ ഇയാൾക്ക് മലയാളം അറിയണം. പക്ഷേ ആരോഗ്യ സർവകലാശാല, ഇപ്പോൾ നമ്മുടെ കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയിരിക്കുന്ന ആരോഗ്യ സർവകലാശാലയുടെ മുഴുത്ത സാക്ഷാൽ VC ആയ കുന്നുമ്പൽ പറഞ്ഞത് അത് മലയാളം ആക്കുകയല്ല, മലയാളം പ്രൊഫസറുടെ തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മലയാള പ്രൊഫസറുടെ ഒരു തസ്തിക എന്തിന്? സ്വരം പരമായാൽ സമൃദ്ധോകാരം ലോപിക്കുമെന്ന് ഡോക്ടർമാരെ പഠിപ്പിക്കാനോ? ആരോഗ്യശാസ്ത്രം മലയാളത്തിലാണ് പഠിപ്പിക്കേണ്ടത്. പാത്തോളജിയും സർജറിയും അല്ലെങ്കിൽ പിന്നെ യൂറോളജിയും ഒക്കെ പഠിപ്പിക്കേണ്ടത് മലയാളത്തിലാവണം. അതിനു പകരം ഈ ഇംഗ്ലീഷിൽ പഠിച്ചു വരുന്ന ഡോക്ടറോട് ചോദിക്കണം, എങ്ങനെയാണ് ദ്വിത്വാക്ഷരം വരുന്നത്, എങ്ങനെയാണ് സ്വരം പരമായാൽ പഴം തൊലിയാവണത് എന്ന് പറയിപ്പിക്കാനാണോ? അല്ലല്ലോ. അപ്പം അതവിടെയാണ് നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ മനോഭാവം മാറുകയും നമ്മുടെ സർവകലാശാലകൾ ഏത് സർവകലാശാലയായിരുന്നാലും അത് പ്രാദേശിക ഭാഷയിലൂടെ മാതൃഭാഷയിലൂടെ മലയാളം നമ്മുടെ വിദ്യാഭ്യാസം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചിറങ്ങുന്നവൻ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ മലയാളത്തിൽ ഫയൽ എഴുതാൻ പഠിക്കും. ശുദ്ധമായ മലയാളം എഴുതാനായിട്ട് കഴിയും. ശുദ്ധമായ മലയാളത്തിൽ നല്ല സാഹിത്യം എഴുതാനായിട്ട് സാധിക്കും. സങ്കര സാഹിത്യം ഉണ്ടാകേണ്ടതില്ല. നമുക്ക് ലോകത്തിലെ ഏത് ഭാഷയും പഠിക്കാം. ലോകത്തിലെ മിക്കവാറും ഭാഷകളുടെ പദങ്ങൾ മലയാളത്തിലുണ്ട്. മലയാളത്തിലെ ഒരുപാട് ഭാഷകളെല്ലാം, ഒരുപാട് വാക്കുകളെല്ലാം മറ്റ് ഭാഷകളും കടം കൊണ്ടിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ മറ്റ് ഭാഷകളിലെ സർക്കാർ, ഹജൂര് അല്ലെങ്കിൽ ഫർക്ക, പിന്നെ പോലീസ്, ചിട്ടി, പിന്നെ ബാക്കി, ഇതൊക്കെ ഏതാ മറ്റു ഭാഷകളിൽ നിന്ന് വന്നവയല്ലേ. അങ്ങനെ മലയാള ഭാഷ സമ്പന്നമാണ്. നമ്മൾ മറ്റു ഭാഷാ പദങ്ങൾ കടമെടുത്താണ് നമ്മൾ മലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടും മനോഭാവവും, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും നാളെ പ്രവർത്തിക്കാൻ പോകുന്നവരുമാണ് ഇവിടെ ഇരിക്കുന്നുള്ളത് കൊണ്ട് സർവകലാശാല വിദ്യാഭ്യാസം അടിയന്തിരമായി പ്രാദേശിക ഭാഷയിലൂടെ ആകാത്തിടത്തോളം കാലം നമ്മുടെ ഭാഷ, ഔദ്യോഗിക ഭാഷ മലയാളമായി തീരുന്നതിന് കാലതാമസമുണ്ടാകും. ഹൃദ്രോഗത്തിന് തൈലലേപനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹൃദ്രോഗത്തെ ചികിത്സിക്കേണ്ടത് അതിവിദഗ്ധനായ ആ ഡോക്ടർ തന്നെയാണ്. അവിടെ തൈല പുരട്ടിക്കൊണ്ട് ഹൃദ്രോഗം മാറുമോ? മാറില്ല. നമുക്ക് ഹൃദ്രോഗത്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ രോഗം മാറ്റാനുള്ള ഒന്നുകിൽ തൊറാസിക് സർജനെ വേണം, അല്ലെങ്കിൽ കാർഡിയാക് ഫിസീഷ്യനെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കണം. സർവകലാശാല തലപ്പത്തിരിക്കുന്നവർക്ക് അത്തരത്തിൽ ബോധമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇത്രയും നേരം ക്ഷമാപൂർവ്വം എന്നെ കേട്ടിരുന്നതിനുള്ള നിങ്ങളുടെ ക്ഷമയ്ക്ക് ഞാൻ അകൈതമായ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നിർബന്ധമാണെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.